Hi students, good morning. Welcome to a dream classroom. Today we are discussing about block 3. Block 3 ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അതിലെന്താണ് ക്രിസ്റ്റഫർ മാർലോനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പ്ലേ ആയിട്ടുള്ള ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ യൂണിറ്റിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ക്രിസ്റ്റഫർ മാർലോയുടെ ലൈഫിലെ കുറേ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റ് ചെറിയ ചെറിയ മറ്റുള്ള പ്ലേസിനെ പറ്റിയൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ക്രിസ്റ്റഫർ മാർലോ ബോൺ ഇൻ 1564 ഇൻ കാൻഡർബറിയിലെ 1564 ക്രിസ്റ്റഫർ മാർലോ ജനിച്ചിട്ടുള്ളത് കേട്ടോ. ഹി വാസ് എ പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ് ആൻഡ് ഓൾസോ ആൻഡ് ട്രാൻസ്ലേറ്റർ കേട്ടോ. അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്ററും കൂടിയാണ്. പോയറ്റുമാണ്. പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രമാറ്റിസ്റ്റ് കേട്ടോ. പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രമാറ്റിസ്റ്റാണ്, പോയറ്റാണ്, അതേപോലെ ഒരു ട്രാൻസ്ലേറ്ററും കൂടിയാണ് കേട്ടോ. ഹിസ് ഫാദർ വാസ് ജോൺ. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരാണ് ജോൺ. അദ്ദേഹം ഒരു ഷൂ മേക്കറാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫാദർ ജോൺ ഒരു ഷൂ മേക്കറാണ്. മദർ കാതറിൻ മാർലോ കേട്ടോ. മദറിൻ്റെ പേരാണ് കാതറിൻ മാർലോ. അദ്ദേഹത്തിൻ്റെ ഏർലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദ കിങ് സ്കൂൾ കാൻഡർബറിയിലുള്ള കിങ് സ്കൂളിലാണ്. അത്ര നല്ലൊരു ഫിനാൻഷ്യലി നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളായിരുന്നില്ല, റൈറ്റർ ആയിരുന്നില്ല ക്രിസ്റ്റഫർ മാർലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹം കാൻഡർബറിയിലുള്ള ഒരു കിങ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠനത്തിലെ വൈദഗ്ധ്യം കാരണം എന്താണ് ഹി വോൺ ആർച്ച് ബിഷപ്പ് പാർക്കർ സ്കോളർഷിപ്പ്. എന്താണ് ഒരു കിങ് കാൻഡർബറി സ്കൂളിൽ വെച്ച് പഠിച്ചു എന്താ അദ്ദേഹത്തിന് ആ പഠനത്തിൽ നല്ലൊരു പഠിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ ആർച്ച് ബിഷപ്പ് പാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് അദ്ദേഹം ജയിച്ചു അല്ലേ. അതുകൊണ്ട് ശേഷം എന്താണ് ഇറ്റ് ലെഡ് ഹിം ടു കോർപ്പസ് ക്രിസ്റ്റി കോളേജ് ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജിലുള്ള ഒരു കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിലേക്ക് അദ്ദേഹത്തിന് ഒരു കിട്ടിയല്ലേ, സീറ്റ് കിട്ടിയത്. This scholarship was sponsored by a group of charitable Elizabethan who funded the boys coming from poor families. എന്താണ് poor familiesലേക്ക് വേണ്ടിയിട്ടുള്ള പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് വരുന്ന ആൺകുട്ടികൾക്ക് ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ഗ്രൂപ്പാണ്. എലിസബത്തിൻ്റെ ചാരിറ്റബിൾ ഗ്രൂപ്പാണ് ഈ ഒരു സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ആർച്ച് ബിഷപ്പ് പാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആരാണ്? എ ഗ്രൂപ്പ് ഓഫ് ചാരിറ്റബിൾ എലിസബത്തൻ ഒരു ഗ്രൂപ്പ് എലിസബത്തൻ ഏജിലെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ചാരിറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്തത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പുവർ ഫാമിലീസ് എന്ന് വരുന്ന ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഉള്ളത്. അവരെ പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഉള്ളത് അല്ലേ. ദ പേർപ്പസ് വാസ് ദ ഫോസ്റ്റർ ടാലൻറ്റ് ഇൻ പുവർ ബോയ്സ്. എന്താണ് ആ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ആൺകുട്ടികളുടെ ടാലൻറ്റ് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞത് അല്ലേ. In 1584 he graduated ബാച്ചിലർ ഓഫ് ആർട്സ്. എന്താണ് 1584 അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കി അല്ലേ, ബാച്ചിലർ ഓഫ് ആർട്സ്. BA എന്താണ് അദ്ദേഹം ഗ്രാജുവേറ്റഡ് ആയി. ഇൻ 1586 ഹി സെറ്റിൽഡ് ഇൻ ലണ്ടൻ. 1586 അദ്ദേഹം ലണ്ടനിൽ സെറ്റിൽഡ് ആയി അല്ലേ. ജോയിൻഡ് ലോർഡ് അഡ്മിറൽസ് കമ്പനി ഓഫ് പ്ലേയേഴ്സ് ടു ബിക്കം ആൻ ആക്ടർ. എന്താണ് അദ്ദേഹം പ്ലേയേഴ്സിൻ്റെ ഒരു കമ്പനി ആയിട്ടുള്ള ലോർഡ് അഡ്മിറൽസ് എന്ന് പറഞ്ഞുള്ള കമ്പനിയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. ലണ്ടനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈമിൽ, അതായത് 1586 വർഷത്തിൽ കേട്ടോ. ആൻഡ് ഹി ബിക്കം ആൻ ആക്ടർ. അപ്പോൾ എന്താണ് ആ ഒരു പ്ലേയേഴ്സിൻ്റെ കമ്പനിയിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. അപ്പോൾ എന്താണ് അദ്ദേഹം ആ ഒരു സമയത്ത് എന്താണ് അദ്ദേഹം ആക്ടറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അല്ലേ. അവിടെ നിന്നാണ്, അതായത് ലണ്ടനിൽ ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം എന്താണ് പ്ലേസ്, അതായത് ഡ്രാമകൾ എഴുതാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ. 30th May 1593 ഹി ഡൈഡ്. ഹി വാസ് സ്റ്റാബ്ഡ് ടു ഡെത്ത് ഓൺ ഇൻ അറ്റ് ഡെപ്റ്റ് ഫോർട്ട് എന്ന് അറ്റ് ദ ഏജ് 29ാമത്തെ വയസ്സിൽ 1593 30 മെയ്യിൽ അദ്ദേഹം മരിച്ചു അല്ലേ.
അദ്ദേഹം എന്താണ് ദ കോളേജ് റെക്കോർഡ് ബുക്ക് ഹോൾഡ് എൻ അക്കൗണ്ട് ഓഫ് ഹിറ്റ്സ് ഫ്രീക്വൻറ്റ് ആബ്സെൻറ്റ്. അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് അദ്ദേഹം ആബ്സെൻ്റ് ആയിരുന്നു, ലീവ് എടുത്തിരുന്നു അല്ലേ. ഹിസ് അനാർക്കിക് വേസ് he managed to carry a letter of recommendation for authorities which explained the reason for his absence for the university, saying Marlowe had done her majestic good service and deserved to be rewarded for his faithful dealing. എന്താണ് അദ്ദേഹം ഫ്രീക്വൻ്റ് ആയിട്ട് ആബ്സെൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠനകാലത്ത് അല്ലേ. എന്താണ് അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് അവർക്ക് മാർലോയ്ക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ള ആ ഒരു തരത്തിലാണ് അവർ ധരിച്ചിരുന്നത്. എന്താ മാർലോ ലെഫ്റ്റ് ലണ്ടൻ വിത്ത് MA ഡിഗ്രി ഇൻ ഹാൻഡ്സ്. ലണ്ടൻ വിടുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഒരു MA ഉണ്ടായിരുന്നു അല്ലേ. ഹി ട്രാവൽഡ് അബ്രോഡ് ഇൻ ദ കപ്പാസിറ്റി ഓഫ് സീക്രട്ട് ഏജൻറ്റ് കപ്പാസിറ്റിയിൽ അദ്ദേഹം അബ്രോഡ് മുഴുവൻ ട്രാവൽ ചെയ്തു അല്ലേ. ഹി സെറ്റിൽഡ് ഇൻ ലണ്ടൻ 1586 ആൻഡ് ജോയിൻഡ് ദ ലോർഡ് അഡ്മിറൽസ് കമ്പനി ഓഫ് പ്ലേയേഴ്സ് ടു ബിക്കം ആൻ ആക്ടർ. ദിസ് വാസ് ദ ടൈം വെൻ ഹി ട്രൈഡ് ഹിസ് ഹാൻഡ് ആറ്റ് റൈറ്റിംഗ് പ്ലേസ് ആൻഡ് സ്വിച്ച്ഡ് ഓവർ ദ കരിയർ ഓഫ് ഡ്രമാറ്റിസ്റ്റ് എന്നുള്ള കരിയർ ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം തുടങ്ങിയത് അല്ലേ. മാർലോ റോട്ട് മെമ്മറബിൾ പ്ലേസ് ഹെറാൾഡിംഗ് പവർഫുൾ ഇംഗ്ലീഷ് ട്രാജിക് ഡ്രാമ വിച്ച് പ്രൂവ്ഡ് ടു ബി പാത്ത് ബ്രേക്കിംഗ് ബട്ട് ദ ഡെസ്റ്റിനി വുഡ് മാർലോ ഹാവ് വെരി ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ്. അദ്ദേഹത്തിന് എന്താണ് വളരെ കുറച്ച് കാലം, അതായത് 29 വയസ്സ് വരെ ജീവിക്കാനുള്ള ഇതുണ്ടായിരുന്നുള്ളൂ അല്ലേ. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? ഹി വാസ് സ്റ്റാബ്ഡ് ടു ഡെത്ത് in an inn at Deptford by a shady secret service agents ഇൻഗ്രം വിസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാഡി സീക്രട്ട് സർവീസ് ഏജൻസിൽ നിന്നൊരു സ്റ്റാബ് ചെയ്തിട്ടാണ്, അതായത് കുത്തേറ്റിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അല്ലേ. ഹി ഹാഡ് എ വെരി ഷോർട്ട് സ്പാൻ. അദ്ദേഹത്തിന് വളരെ കുറച്ച് സ്പാനേ ഉണ്ടായിരുന്നുള്ളൂ, കാലമേ ഉണ്ടായിരുന്നുള്ളൂ ജീവിക്കാൻ അല്ലേ. ബട്ട് ഇറ്റ് മേക്സ് ഹിം ആൻ അൺഫോർഗറ്റബിൾ ആൻഡ് ഹി വാസ് മോസ്റ്റ് ലൗഡ് ഓഫ് ദ എലിസബത്തൻ പ്ലേറൈറ്റ്. എന്താണ് പക്ഷേ ആ ഒരു വളരെ കുറച്ച് കാലം ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളെങ്കിൽ എന്താണ് ഇറ്റ് മേക്സ് ഹിം ആൻ അൺഫോർഗറ്റബിൾ. എന്താണ് അത് അദ്ദേഹത്തിന് നമ്മൾ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് അല്ലേ. ഹി വാസ് മോസ്റ്റ് ലൗഡ് ഓഫ് ദ എലിസബത്തൻ പ്ലേറൈറ്റുകളിൽ എന്താണ് വൺ ഓഫ് ദി മോസ്റ്റ് ലൗഡ്, വളരെ റീഡേഴ്സിനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നു ആര്? ക്രിസ്റ്റഫർ മാർലോ അല്ലെ. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്ലേസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത് കേട്ടോ. ഹാഫ് ഡസൺ ഓഫ് ട്രാജഡീസ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ടംബർലൈൻ 1587, ടംബർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമ പബ്ലിഷ് ചെയ്തിട്ട് 1587 ഡോക്ടർ ഫൂസ്റ്റസ്, നമുക്ക് പഠിക്കാനുള്ള ഡ്രാമയാണ് ഡോക്ടർ ഫൂസ്റ്റസ്, അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1586. ദ ജോ ഓഫ് മാൾട്ട 1589, എഡ്വാർഡ് സെക്കൻഡ് 1591, ദ മെസാക്രെ അറ്റ് പാരീസ്, മെസാക്രെ എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല എന്നാണ് അർത്ഥം, ദ മെസാക്രെ അറ്റ് പാരീസ് 1592, ഡിഡോ ക്യൂൻ ഓഫ് കാർത്തേജ്. അപ്പോൾ എന്താ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1593 പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത്രയാണ് ജസ്റ്റ് ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്നുള്ള രീതിയിൽ മാർലോയെ പറ്റി പറയുന്നത്. വളരെ ഷോർട്ട് സ്പാൻ അല്ല, അപ്പോൾ കൂടുതലായിട്ട് നമുക്കൊന്ന് പറയാൻ മാത്രമൊന്നുമില്ല. 29 വയസ്സ് വരെയുള്ളൂ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള വർക്കുകളാണ് ഇതൊക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. He enriched with biblical and classical scholarship, a rebellious spirit and fine poetic imagination makes him a adolescent face in English drama. എന്താണ് അദ്ദേഹം എന്താണ്? ബിബ്ലിക്കൽ എന്ന് പറഞ്ഞാൽ ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ബിബ്ലിക്കൽ എന്ന് പറഞ്ഞത് കേട്ടോ. ഹി എൻറിച്ച്ഡ് വിത്ത് ബിബ്ലിക്കൽ ആൻഡ് ക്ലാസിക്കൽ സ്കോളർഷിപ്പ്. എന്താണ് അദ്ദേഹം ബിബ്ലിക്കലും അതേപോലെ ക്ലാസിക്കലുമായിട്ടുള്ള സ്കോളർഷിപ്പിൽ അദ്ദേഹം എന്താണ് എൻറിച്ച്ഡ് ആയിരുന്നു അല്ലേ, വളരെ ജ്ഞാനമുള്ള ആളായിരുന്നു. ആൻഡ് റിബിലിയസ് സ്പിരിറ്റ് ആൻഡ് ഫൈൻ പോയറ്റിക് ഇമാജിനേഷൻ. അദ്ദേഹത്തെ എന്താണ് ഒരു ഇംഗ്ലീഷ് ഡ്രാമയിൽ എന്താണ് ഒരു അഡോളസൻറ്റ് ഫേസിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി വന്നത് എന്താണ്? അദ്ദേഹത്തിന് റിബിലിയസ് ആയിട്ടുള്ള സ്പിരിറ്റും അതേപോലെ ഫൈൻ പോയറ്റിക് ഇമാജിനേഷനുമാണ് അദ്ദേഹത്തെ എന്താ ഒരു അഡോളസൻറ്റ് ഫേസിന് ഇംഗ്ലീഷിലേക്ക് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വളർത്തിയെടുത്തത് അല്ലേ.
a rebellious spirit and fine poetic imagination makes him a adolescent face in English drama. അല്ലേ? He got in legacy the tradition of medieval Christianity. എന്താണ് അദ്ദേഹത്തിന് എന്താണ് ഒരു ട്രഡീഷൻ ഓഫ് medieval Christianityയിൽ എന്താ അദ്ദേഹത്തിന് ഒരു ലെജസി കിട്ടുന്നുണ്ടായി അല്ലേ? ആഫ്റ്റർ റിഫോർമേഷൻ ശേഷം എന്താണ് മിറാക്കിൾ ആൻഡ് മിസ്റ്ററി പ്ലേസ്, മിറാക്കിൾ കുറേ ടൈപ്പ് പ്ലേസുകളുണ്ട് കേട്ടോ. അതാണ് മിറാക്കിൾ പ്ലേസ്, മിസ്റ്ററി പ്ലേസ് ഒക്കെ. അപ്പോൾ ഈ മിറാക്കിൾ പ്ലേസും മിസ്റ്ററി പ്ലേസിനൊക്കെ എന്താണ് ആഫ്റ്റർ റിഫോർമേഷന് ശേഷം എന്താണ് ഈ രണ്ട് പ്ലേകളും എന്താണ് ഈ രണ്ട് ടൈപ്പ് ഓഫ് പ്ലേസ് എന്താണ് സീസ് ചെയ്യപ്പെട്ടു അല്ലേ? അതായത് വിലക്കപ്പെട്ടു. മിറാക്കിൾ പ്ലേസും മിസ്റ്ററി പ്ലേസും ഒക്കെ എന്താണ് ആ ഒരു സമയത്ത് റിഫോർമേഷന് ശേഷം അതൊക്കെ സീസ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്താണ് റെസ്ട്രിക്റ്റഡ് ടു സ്പിരിച്വൽ തീംസ്. അതിൻ്റെ ഫലമായിട്ട് എന്താണ് ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡ്രാമകളിലേക്ക് സ്പിരിച്വൽ തീമുകൾ എന്താണ് അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടു, അതായത് തടഞ്ഞു വെച്ചു അല്ലേ? ബിഫോർ ഹിസ് അറൈവൽ എവറിത്തിങ് വാസ് ചായോട്ടിക് ആൻഡ് ഫോംലെസ് സ്റ്റേറ്റ്. എന്താണ് അദ്ദേഹത്തിൻ്റെ അറൈവലിന് മുന്നേ, ബിഫോർ ഹിസ് അറൈവൽ, അദ്ദേഹം ആ ഒരു നമ്മുടെ ഈ ഒരു റൈറ്റിംഗ് സ്റ്റേജിലേക്ക് വരുന്നതിന് ആ ഒരു മുന്നേ എന്താണ് അദ്ദേഹം നമ്മൾ ആ ലണ്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് എന്താണ് എവറിത്തിങ് വാസ് ചായോട്ടിക് ആൻഡ് ഫോംലെസ് സ്റ്റേജ്. അതൊക്കെ എന്താണ് ചായോട്ടിക് ആയിരുന്നു, അതായത് ഓർഡർ ഇല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ എന്താണ് ഇറ്റ് ഈസ് ഫോംലെസ് സ്റ്റേറ്റ്. അപ്പം എന്തായാലും ഫോംലെസ് സ്റ്റേറ്റും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അറൈവലിന് മുന്നേ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് എന്താണ് നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് ട്രാജഡി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡ്രാമയുടെ ടേണിംഗ് പോയിന്റുകളാണ് നോക്കാൻ പോകുന്നത്. 15th century ചാലഞ്ച് ഇൻ ഇംഗ്ലീഷ് ഡ്രാമാറ്റിക് ഫീൽഡ്, ചേഞ്ച് ഇൻ ഇംഗ്ലീഷ് ഡ്രാമാറ്റിക് ഫീൽഡ്. 15th centuryയിലാണ് എന്ത് കുറേ ഇംഗ്ലീഷ് ഡ്രാമാറ്റിക് ഫീൽഡിൽ ചേഞ്ചസ് വന്നു തുടങ്ങിയത് എപ്പോഴാണ്? 15th century. ന്യൂ ഫൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ റിവൈവൽ ഓഫ് ലേണിംഗ്. Many great Italian tragedies of Seneca were translated into English. എന്താണ് കുറേ ഇറ്റാലിയൻ ട്രാജഡീസ്, സെനേക്കൻ ട്രാജഡികളൊക്കെ എന്താണ് ഇംഗ്ലീഷിലേക്ക്, ഇറ്റാലിയൻ ഡ്രാമകളൊക്കെ എന്താണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ 15th centuryയിൽ. ഇതൊക്കെ എന്താണ് ആ ഒരു ഇംഗ്ലീഷ് ഡ്രാമയുടെ ടേണിംഗ് പോയിന്റിലേക്ക് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. റെനസൻസ് ഹാഡ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഇംഗ്ലീഷ് ഡ്രാമ. എന്താണ് റെനസൻസിന് എന്താണ് ആ ഒരു had a tremendous influence on the development of English drama. ഇംഗ്ലീഷ് ഡ്രാമയുടെ ഡെവലപ്മെൻറ്റിന് നല്ലൊരു ഇൻഫ്ലുവൻസ് കൊടുത്തിട്ടുള്ളത് എന്താണ് റെനസൻസ് ആണ് കേട്ടോ. റെനസൻസ് ഹാഡ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ. ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി എന്ന് പറയുന്നത് ഗോർബഡെക് ആണ് കേട്ടോ. ആദ്യത്തെ ഇംഗ്ലീഷ് ട്രാജഡി, അതായത് പ്ലേ, ആദ്യത്തെ ഇംഗ്ലീഷിലുള്ള ട്രാജിക് പ്ലേ എന്ന് പറഞ്ഞത് എന്താണ് ഗോർബഡെക്. എന്താണ് ഗോർബഡെക് ആണ് 1562 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഗോർബഡെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ ആണ് ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി എന്ന് പറഞ്ഞത്. അത് എഴുതിയിട്ടുള്ളത് 2 റൈറ്റേഴ്സ് കൂടിയിട്ടാണ്, തോമസ് നോർട്ടണും തോമസ് സാക്വില്ലയുമാണ് കേട്ടോ അത് എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ ഇംഗ്ലീഷ് ട്രാജഡി എന്ന് പറഞ്ഞത് ഗോർബഡെക് ആണ്, 1562 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് 2 റൈറ്റേഴ്സ് കൂടിയിട്ടാണ് ആ ഒരു ഫസ്റ്റ് ട്രാജിക് പ്ലേ എഴുതിയിട്ടുള്ളത്, തോമസ് നോർട്ടണും തോമസ് സാക്വില്ലയും കേട്ടോ. പിന്നെ എന്താണ് സെനേക്കൻ ട്രാജഡീസ് നോൺ ഫോർ ദെയർ ലോങ് ടെഡിയസ് സ്പീച്ച്, ഹൊറിബിൾ സീൻ, ഗ്രൂസം മേർഡേഴ്സ്, ക്രൂഡ് ഗോസ്റ്റ് ആൻഡ് സ്ലോ പേസ് ഓഫ് ആക്ഷൻ. അപ്പം എന്താണ് ഒരു സെനേക്കൻ ട്രാജഡീസ് മെയിനായിട്ട് അറിയപ്പെട്ടിരുന്നത് എന്തിലൂടെയൊക്കെയാണ്? ദെയർ ലോങ് ടെഡിയസ് സ്പീച്ച്, നീണ്ട ടെഡിയസ് ആയിട്ടുള്ള സ്പീച്ചുകൾ, പിന്നെ ഹൊറിബിൾ ആയിട്ടുള്ള പേടിപ്പെടുത്തുന്ന സീനുകൾ, ട്രാജഡി അല്ലേ അപ്പം പേടിപ്പെടുത്തുന്ന സീനുകൾ ഉണ്ടായിരുന്നു, പിന്നെ ഗ്രൂസം മേർഡർ, നല്ല മേർഡേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഗോസ്റ്റ്, പിന്നെ ആക്ഷൻ്റെ ലോ പേസ് ഓഫ് ആക്ഷൻ. ഇതൊക്കെയായിരുന്നു എന്ത് സെനേക്കൻ ട്രാജഡി ഒന്നും കൂടെ അറിയപ്പെടാനുണ്ടായിരുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞത് അല്ലേ. മാർലോ ബ്രിങ്സ് ഇംഗ്ലീഷ് ട്രാജഡി ടു ദ നെക്സ്റ്റ് ലെവൽ. എന്താണ് മാർലോ ആണ് ഇംഗ്ലീഷ് ട്രാജഡീനെ എന്ത് പുതിയൊരു ലെവലിലേക്ക് കൊണ്ടുവന്നത് ആളാരാണ്? മാർലോ അല്ലേ. അപ്പോൾ മാർലോയ്ക്ക് നല്ലൊരു റോളുണ്ട് ഇംഗ്ലീഷ് ട്രാജഡിയുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡ്രാമയുടെ ആ ഒരു പേരിൽ അല്ലേ. മാർലോ ബ്രിങ്സ് ഇംഗ്ലീഷ് ട്രാജഡി ടു ദ നെക്സ്റ്റ് ലെവൽ. മാർലോ ആണ് നെക്സ്റ്റ് ലെവലിലേക്ക് ഇംഗ്ലീഷ് ട്രാജഡീനെ എത്തിച്ചിട്ടുള്ള ആളല്ലേ. ഇൻവെസ്റ്റിംഗ് ഇറ്റ് വിത്ത് പാഷൻ, poignancy and maturity that made people not only appreciate but also develop with its help
ആൻഡ് ഇമീഡിയറ്റ് ആൻഡ് അർജൻറ്റ് അഫിനിറ്റി വിത്ത് ദ ക്യാരക്ടേഴ്സ് ഓഫ് ഹിസ് പ്ലേസ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷനും മെച്യൂരിറ്റിയും പോയിഗ്നൻസിയും ഒക്കെയാണ് എന്താ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇംഗ്ലീഷ് ട്രാജഡി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്ലേനെ എത്തിക്കാനുള്ള കാരണം അല്ലേ. ഹി ഇൻട്രൊഡ്യൂസ് എ ന്യൂ ബ്ലാങ്ക് വേഴ്സ് ഇൻ ഹിസ് ട്രാജഡീസ്. എന്താണ് അദ്ദേഹമാണ് ചില നമുക്ക് ഷേക്സ്പിയറിൻ്റെ ഒക്കെ ട്രാജഡി അല്ലെങ്കിൽ പ്ലേ എടുത്താൽ കാണാം നമ്മുടെ പ്ലേയുടെ ഉള്ളിൽ തന്നെ വേഴ്സുകൾ, അതായത് പോയങ്ങൾ കാണാം. അപ്പോൾ എന്താണ് അദ്ദേഹമാണ് അതായത് ക്രിസ്റ്റഫർ മാർലോ ആണ് ട്രാജഡിയിലേക്ക് പുതിയ ബ്ലാങ്ക് വേഴ്സസുകൾ കൊണ്ടുവന്നിട്ടുള്ള ആളാരാണ്? ക്രിസ്റ്റഫർ മാർലോ അല്ലേ. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ബ്ലാങ്ക് വേഴ്സ് ഇൻ ഹിസ് ട്രാജഡി. അദ്ദേഹത്തിൻ്റെ ട്രാജഡികളിലേക്ക് ബ്ലാങ്ക് വേഴ്സ്, അതായത് പ്രത്യേകിച്ച് ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നിയമങ്ങളോ ഒന്നുമില്ലാത്ത തരത്തിലുള്ള വേഴ്സുകൾ, വരികളാണ് ബ്ലാങ്ക് വേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ തരത്തിലുള്ള ബ്ലാങ്ക് വേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ക്രിസ്റ്റഫർ മാർലോ. ഹിസ് പവർഫുൾ എക്സ്പ്രഷൻ ആൻഡ് ഡയലോഗ് ആർ റീമെയിൻഡ് ഇൻ അവർ മൈൻഡ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പവർഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസും പിന്നെ ഡയലോഗുകളും ഒക്കെ എന്താണ് നമ്മളെ മൈൻഡിൽ കാലാകാലം തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പവർഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസും അതേപോലെ ഡയലോഗുകളും അല്ലേ. മാർലോ എ പവർഫുൾ ഡ്രമാറ്റിസ്റ്റ് ആൻഡ് മാർവലസ് പേഴ്സണാലിറ്റി ബ്രിങ് ടേണിംഗ് പോയിന്റ് ടു ഇംഗ്ലീഷ് ട്രാജഡി. അപ്പോൾ എന്താണ് മാർലോ ആണ് നമ്മുടെ ഇംഗ്ലീഷ് ട്രാജഡിയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ടേണിംഗ് പോയിന്റിലേക്ക് നയിച്ചിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പവർഫുൾ ഡ്രമാറ്റിസ്റ്റ് ആണ് മാർലോ. ഇറ്റ് വാസ് മാർലോ ദ പവർഫുൾ ഡ്രമാറ്റിസ്റ്റ് ആൻഡ് മാർവലസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി. അദ്ദേഹത്തിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഡ്രമാറ്റിക് റൈറ്റിങ്ങിൻ്റെ രീതികളും അതേപോലെ മാർവലസും ഔട്ട്സ്റ്റാൻഡിങ്ങും ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് എന്ത് നമ്മളുടെ ഇംഗ്ലീഷ് ട്രാജഡിയിലേക്ക് നയിച്ചിട്ടുള്ള ടേണിംഗ് പോയിന്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ടേണിംഗ് പോയിന്റുകൾ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പവർഫുൾ ഡ്രമാറ്റിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ മാർവലസും ഔട്ട്സ്റ്റാൻഡിങ്ങും ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ഇംഗ്ലീഷ് ട്രാജഡി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാജിക് പ്ലേസിലേക്ക് ഉള്ള ടേണിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇത്രയാണ് ടേണിംഗ് പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെനസൻസിലെ കുറച്ച് കാര്യങ്ങളാണ്. ഹായ് സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെനസൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ എലിസബത്തൻ തിയേറ്റർ. അതായത് എലിസബത്തൻ കാലഘട്ടത്തിൽ എന്താണ് തിയേറ്റർ, അതായത് ഡ്രാമകളെ പറ്റിയാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഇമ്പാക്റ്റ് ഓൺ എലിസബത്തൻ റെനസൻസും അതേപോലെ എലിസബത്തൻ തിയേറ്ററിലെ കാര്യങ്ങളിലെ ഇമ്പാക്റ്റ് തിയേറ്റർ അതായത് ഡ്രാമകളിലെ ഇമ്പാക്റ്റുകളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവൈവൽ ഓർ റീബർത്ത്, അതായത് ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ എന്താണ് റീബർത്ത്, വീണ്ടും ജനിക്കുക എന്നുള്ളതാണ് റിനൈസൻസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? റിവൈവൽ ഓർ ആൻഡ് റീബർത്ത്, ഇതാണ് റിനൈസൻസ് എന്നുള്ളതിൻ്റെ മീനിങ്. ഇറ്റ് വാസ് എ പീരിയഡ് ഇൻ യൂറോപ്യൻ ഹിസ്റ്ററി ഫ്രം 14th century to 17th century in ഇറ്റലിയിലെ 14th century മുതൽ 17th century വരെയാണ് ഈ ഒരു റിനൈസൻസിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ പീരിയഡ് എന്ന് പറയുന്നത്. ദ മൂവ്മെൻറ്റ് ഇൻ കൾച്ചറൽ ഇൻ നേച്ചർ, എന്താണ് മൂവ്മെൻറ്റ്? ഈ ഒരു റിനൈസൻസ് എന്ന് പറഞ്ഞാൽ ആ മൂവ്മെൻറ്റ് എന്താണ്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്? കൾച്ചറലി ആണ് അല്ലേ, അതായത് കൾച്ചർ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു റിനൈസൻസ് പറഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ഉള്ളതല്ലേ. The movement was cultural in nature and marked the revival of classical Greek and Italian classical art. അല്ലേ, ഇറ്റാലിയൻ ക്ലാസിക്കൽ ആർട്ടിൻ്റെ, ഗ്രീക്ക് ആൻഡ് ഇറ്റാലിയൻ ക്ലാസിക്കൽ ആർട്ടിൻ്റെ റിവൈവലാണ് കാണപ്പെടുന്നത്. ഗ്രേറ്റ് ഏജ് ഓഫ് ഇറ്റാലിയൻ ഹ്യൂമനിസം, ഈ ഒരു എലിസബത്തൻ തിയേറ്റർ റിനൈസൻസിൻ്റെ അല്ലെങ്കിൽ എലിസബത്തൻ തിയേറ്ററിൻ്റെ ഒക്കെ എന്താണ് ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ അതെന്താണ് അറിയപ്പെടുന്നത്? ഏജ് ഓഫ് ഇറ്റാലിയൻ ഹ്യൂമനിസം. ഇറ്റാലിയൻ ഹ്യൂമനിസം ആയിട്ടാണ് എന്താ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്നത് അല്ലേ. ഗ്രേറ്റ് ഏജ് ഓഫ് ഇറ്റാലിയൻ ഹ്യൂമനിസം എന്നാണ് ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്നത് അല്ലേ. റിനൈസൻസ് റിഗാർഡഡ് ആസ് ചീഫ് ഫോഴ്സ് ഇൻ ദ മേക്കിംഗ് ഓഫ് മോഡേൺ യൂറോപ്യൻ ലിറ്ററേച്ചർ. എന്താണ് അപ്പോൾ ആ ഒരു റിനൈസൻസ് എന്ന് പറഞ്ഞാൽ, അതായത് നവോത്ഥാനം, റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു റിനൈസൻസ് എന്താണ് റിഗാർഡ് ചെയ്യുന്നത് വെച്ചാൽ ചീഫ് ഫോഴ്സ് ഇൻ ദ മാർക്കറ്റ് മേക്കിംഗ് ഓഫ് മോഡേൺ യൂറോപ്യൻ, ഇപ്പം എന്നുള്ള മോഡേൺ യൂറോപ്യൻ ലിറ്ററേച്ചറിൻ്റെ മേക്കിങ്ങിൽ എന്താണ് റിനൈസൻസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ടല്ലേ. റിനൈസൻസ് ഈസ് ദ റിഗാർഡഡ് ആസ് എ ചീഫ് ഫോഴ്സ്, അതായത് റിനൈസൻസ് എങ്ങനെ ഒരു ചീഫ് ഫോഴ്സ്, അതായത് മോഡേൺ ഇംഗ്ലീഷ്
അല്ലെങ്കിൽ മോഡേൺ യൂറോപ്യൻ ലിറ്ററേച്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നല്ലൊരു ഫോഴ്സായിട്ട് കണക്കാക്കുന്നത് എന്തിനെയാണ്? റെനാസൻസിൽ അല്ലേ. ദ എലിസബത്തൻ ഡ്രാമ എമേർജ്ഡ് ഇൻ ഇംഗ്ലണ്ട് അല്ലേ. എലിസബത്തൻ ഡ്രാമ, അതായത് എലിസബത്തിൻ്റെ ആ ഒരു ക്യൂൻ എലിസബത്തിൻ്റെ പീരീഡിലെ ഡ്രാമകളൊക്കെ എങ്ങനെയാണ് എമേർജ് ചെയ്തത്? ഇംഗ്ലണ്ടിലാണ് അല്ലേ. സംവേർഡ് അറൗണ്ട് മിഡിൽ ഓഫ് ദി 16th, അതായത് ഇംഗ്ലണ്ടിൽ 16th സെഞ്ച്വറിയിലാണ് എന്ത് ഈ ഒരു എലിസബത്തൻ ഡ്രാമകൾ എമേർജ് ചെയ്തത്, അതായത് ഉണ്ടായി വന്നിട്ടുള്ളത് അല്ലേ. തിയേറ്റർ ബിക്കം അപ്രോപ്രിയേറ്റ് പ്ലാറ്റ്ഫോം ഫോർ ഇമ്പാർട്ടിങ് റിലീജിയസ് ആൻഡ് മോറൽ ഇൻസ്ട്രക്ഷൻ. അപ്പം എന്താണ് തിയേറ്റർ, അതായത് നാടകങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, തിയേറ്ററുകൾ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ എന്താണ്? ബിക്കം അപ്രോപ്രിയേറ്റ് പ്ലാറ്റ്ഫോം ഫോർ ഇമ്പാർട്ടിങ് റിലീജിയസ് ആൻഡ് മോറൽ ഇൻസ്ട്രക്ഷൻ, അതായത് റിലീജിയസും അതേപോലെ മോറലുമായിട്ടുള്ള, അതായത് ധാർമ്മികപരമോ അതേപോലെ മതപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതായത് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എന്ത് തിയേറ്റർ ആ കാലഘട്ടത്തിൽ തിയേറ്ററുകളെ കണക്കാക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? തിയേറ്റർ ബിക്കം അപ്രോപ്രിയേറ്റ് പ്ലാറ്റ്ഫോം ഫോർ ഇമ്പാർട്ടിങ് റിലീജിയസ് ആൻഡ് മോറൽ ഇൻസ്ട്രക്ഷൻ. മോറൽ അതേപോലെ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എന്താ ആ കാലഘട്ടത്തിൽ, അതായത് എലിസബത്തൻ കാലഘട്ടത്തിലെ തിയേറ്ററുകളെയൊക്കെ കണക്കാക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. The illustration of the stories of the New and Old Testament, particularly during festivals like Christmas and Easter, through dramatic preparation became an important part of Roman Catholic liturgy. അപ്പോൾ എന്താണ് മെയിനായിട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞത് എന്താണ്? പുതിയതും പഴയതുമായിട്ടുള്ള ടെസ്റ്റാമെൻറ്റ്സ്, അതായത് ഫെസ്റ്റിവൽസ് ലൈക്ക് ക്രിസ്മസ് ആൻഡ് മെയിനായിട്ട് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻസിൻ്റെ ഫെസ്റ്റിവൽസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ മെയിനായിട്ട്. അതിലുള്ള സ്റ്റോറീസ് ആയിരുന്നു എലിസബത്തൻ ഡ്രാമകളിലുണ്ടായിരുന്നത്. ന്യൂ ആൻഡ് ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റാമെൻറ്റ് ഫെസ്റ്റിവൽ ലൈക്ക് ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ, ക്രിസ്മസും ഈസ്റ്ററും പോലുള്ള ഫെസ്റ്റിവൽസിനെ പറ്റിയിട്ടുള്ള സ്റ്റോറികളായിരുന്നു അധികവും എലിസബത്തൻ തിയേറ്ററുകൾ അല്ലെങ്കിൽ എലിസബത്തൻ ഡ്രാമകളിലുണ്ടായിരുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കാത്തോലിക് ലിറ്റേർജി, അതായത് എലിസബത്തൻ ഡ്രാമ അല്ലെങ്കിൽ എലിസബത്തൻ തിയേറ്റർ എന്ന് പറഞ്ഞത് എന്താണ്? പാർട്ട് ഓഫ് റോമൻ കാത്തോലിക് ലിറ്റേർജി. റോമൻ കാത്തോലിക് ലിറ്റേർജീൻ്റെ ഒരു പാർട്ടായിരുന്നു ഈ കാര്യങ്ങൾ, അതായത് എലിസബത്തൻ ഡ്രാമ എന്ന് പറയുന്നത് അല്ലേ. The religious tradition became popular among the English people in 14th century as mystery and miracle plays. എന്താണ് റിലീജിയസ്, അതായത് 14th സെഞ്ച്വറിയിൽ ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ ഇടയിൽ എന്താണ് റിലീജിയസ് ട്രഡീഷൻ എന്ന് പറഞ്ഞത് എന്താണ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് 14th സെഞ്ച്വറിയിൽ ആസ് മിസ്റ്ററി ആൻഡ് മിറക്കിൾ പ്ലേസ്, അത് രണ്ടും ടൈപ്പ് ഓഫ് പ്ലേസ് ആണ് കേട്ടോ. അതായത് കുറേ തരം പ്ലേകളുണ്ട്. മിസ്റ്ററി പ്ലേസ്, മിറക്കിൾ പ്ലേസ്, ട്രാജിക് പ്ലേസ്, കോമഡി, റൊമാൻസ്, അങ്ങനെ പലതരം കാറ്റഗറി ഓഫ് പ്ലേസ് ഡ്രാമകളുണ്ട്. അപ്പോൾ അതിൽ പെട്ട രണ്ടെണ്ണമാണ്. അതായത് യൂറോപ്പിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് തരം പ്ലേകളാണ് മിസ്റ്ററി, മിറക്കിൾ, മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ്. അപ്പോൾ മിസ്റ്ററി പ്ലേസും മിറക്കിൾ പ്ലേസും ഒക്കെ എന്താണ് 14th സെഞ്ച്വറിയിൽ ഇംഗ്ലീഷ് ജനങ്ങളുടെ ഇടയിൽ റിലീജിയസ് ആയിട്ടുള്ള കുറേ ട്രഡീഷൻസ്, പാരമ്പര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്താണ് മിറക്കിൾ പ്ലേസ് ആൻഡ് മിസ്റ്ററി പ്ലേസ് ആണ് അല്ലേ. മെയിൻ ആയിട്ട് അതായത് അവിടെ ക്രിസ്ത്യൻസിനെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ റിനൈസൻസിലൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റോറീസ് ഫ്രം ദ ബൈബിൾ ആൻഡ് ലാറ്റർ ട്രാൻസ്ഫോമിങ് ദ ലൈവ്സ് ഓഫ് ക്രിസ്ത്യൻ സെയിൻറ്റ് ഇൻ ടു ഡ്രമാറ്റിക് പെർഫോമൻസ്. അത് മെയിനായിട്ട് എന്താണ് ബൈബിളിലുള്ള കഥകളായിരുന്നു എലിസബത്തൻ ഡ്രാമകളിലെ മെയിനായിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞത് അല്ലേ. പിന്നെ എന്താണ് ഇറ്റ് ട്രാൻസ്ഫോമിങ് ദ ലീവ്സ് ഓഫ് ക്രിസ്ത്യൻ സെയിൻസ് ഇൻ ടു ഡ്രമാറ്റിക് പെർഫോമൻസ്. എന്താണ് അതെന്താണ് ക്രിസ്ത്യൻ സെയിൻസിൻ്റെ ജീവിതത്തിൽ നിന്ന് ഡ്രമാറ്റിക് പെർഫോമൻസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനും കൂടിയായിരുന്നു എലിസബത്തൻ ഡ്രാമ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ബൈബിളിൽ നിന്നായിരുന്നു, ക്രിസ്ത്യാനിറ്റിയാണ് മെയിനായിട്ട് അവരുടെ റിലീജിയൻ. അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റോറികളൊക്കെ എടുത്തിരുന്നത് എന്താണ് ബൈബിളിൽ നിന്നുള്ള പല കഥകളുമായിരുന്നു നാടകങ്ങൾ എലിസബത്തൻ തിയേറ്റർ, അതായത് എലിസബത്തൻ കാലഘട്ടത്തിലെ നാടകങ്ങളിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് അല്ലേ. പിന്നെ എന്താണ് ക്രിസ്ത്യൻ സെയിൻറ്റ്, അതായത് ക്രിസ്ത്യൻ സെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻ സെയിൻസിൻ്റെ ജീവിതങ്ങളിൽ നിന്ന് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്
പ്രശംസിക്കുന്നുള്ള ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ് ഈ ഒരു എലിസബത്തൻ ഡ്രാമ എന്ന് പറയുന്നത്. റിലീജിയസ് ഡ്രാമ അഡ്വാൻസ്ഡ് ഇൻ ദ ഫോർത്ത് ഓഫ് മൊറാലിറ്റി പ്ലേസ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു, ആ ഒരു കാലഘട്ടത്തിൽ 14th and 15th ഒക്കെ 16th സെഞ്ചുറിയിൽ എങ്ങനെയാണ് എലിസബത്തൻ ഡ്രാമ അല്ലെങ്കിൽ എലിസബത്തൻ റിനസൻസ് എന്നൊക്കെ പറഞ്ഞത് എന്താണ്, റിലീജിയൻസിന് ഇമ്പോർട്ടൻസ്, അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അതായത് ഇനി വരുന്നത് മൊറാലിറ്റി പ്ലേസ് ആണ്. നമ്മൾ മിറക്കിൾ പ്ലേസും മിസ്റ്ററി പ്ലേസും പഠിച്ചു. അതിന് ശേഷമുള്ളതാണ് മൊറാലിറ്റി പ്ലേസിന്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്, റിലീജിയസ് ഡ്രാമ അഡ്വാൻസ് ഇൻ ദ ഫോം ഓഫ് മൊറാലിറ്റി. അതായത് റിലീജിയസ് ആയിട്ടുള്ള ഡ്രാമകൾ, അതായത് മതപരമായിട്ടുള്ള നാടകങ്ങളൊക്കെ എങ്ങനെ അഡ്വാൻസ് ചെയ്തിട്ടുള്ളത് ഇൻ ദ ഫോം ഓഫ് മൊറാലിറ്റി പ്ലേ. മൊറാലിറ്റി പ്ലേയുടെ ഫോമിലാണ് എന്ത് റിലീജിയസ് ആയിട്ടുള്ള ഡ്രാമകൾ വന്നിട്ടുള്ളത് അല്ലേ. ഈ മൊറാലിറ്റി പ്ലേസ് എന്ന് പറഞ്ഞത് had a long history in England beginning with the 15th century and continued till the whole of the 16th century. അപ്പോൾ എന്താണ് ഈ മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത് എന്താണ്, ഒരു നല്ലൊരു ലോങ് ഹിസ്റ്ററി ഉള്ള ഒരു പ്ലേ ആണ് എന്ത് മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത്. മൊറാലിറ്റി പ്ലേയിൽ എന്താണ് ഇംഗ്ലീഷിൻ്റെ ഹിസ്റ്ററിയിൽ വളരെ കാലം നീണ്ടു നിന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അത് 15th സെഞ്ചുറി ബിഗിനിങ് വിത്ത് ദ 15th സെഞ്ചുറി മുതൽ വൂൾ 16th സെഞ്ചുറി, അതായത് 16th സെഞ്ചുറിയുടെ അവസാനം വരെ നീണ്ടു നിന്നിട്ടുണ്ട് എന്ത് മൊറാലിറ്റി പ്ലേസ് എന്ന് പറഞ്ഞത് അല്ലേ. മൊറാലിറ്റി പ്ലേസ് ഗേവ് എ ലാർജ് സ്കോപ്പ് ഓഫ് ദ ഇന്റർപ്ലേ ഓഫ് ഹ്യൂമൻ സെന്റിമെന്റ്സ്, പാരഡോക്സ് ആൻഡ് ഡിലെമാസ്. എന്താണ് അപ്പം മൊറാലിറ്റി പ്ലേസ് എന്തിനുള്ള സ്കോപ്പാണ്, ഇന്റർപ്ലേ ഓഫ് എന്താണ് interplay of human sentiments, പാരഡോക്സ് ആൻഡ് ഡിലെമാസ്. അപ്പോൾ എന്താണ് മൊറാലിറ്റി പ്ലേസ് ഒക്കെ തരുന്നത് എന്തിനാണ്, ലാർജ് സ്കോപ്പ് ഓഫ് ഇന്റർപ്ലേ ഓഫ്, അതായത് ഇന്റർപ്ലേ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേകളുടെ ഇടയിലുള്ള കാര്യത്തിനാണ് ഇന്റർപ്ലേ എന്ന് പറയുന്നത്. ഹ്യൂമൻ സെന്റിമെന്റ്സ്, മനുഷ്യന്മാരുടെ സെന്റിമെന്റ്സ്, അതേപോലെ പാരഡോക്സ്, പിന്നെ ഡിലെമ, പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരുന്നു എന്താണ് അതിനൊക്കെ ഉള്ളൊരു ലാർജ് സ്കോപ്പ്, അതായത് സ്കോപ്പായിരുന്നു നമുക്ക് മൊറാലിറ്റി പ്ലേയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. എലിഗറിക്കൽ ഇൻ നേച്ചർ. ഇപ്പോൾ അതായത് എലിസബത്തൻ തിയേറ്റർ, റിനസൻസ് കാലഘട്ടത്തിലെ എലിസബത്തൻ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞത് എന്താണ്, അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞത് എന്താണ്, എലിഗറിക്കലാണ് അല്ലേ. എക്സിബിറ്റ് ദ എക്സ്റ്റേണൽ ബാറ്റിൽ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു ഗുഡ് ആൻഡ് ഈവിൾ, നന്മയും തിന്മയും തമ്മിലുള്ള ഫോഴ്സിൻ്റെ പറ്റിയിട്ടുള്ളതായിരുന്നു എന്ത് അവർ ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സസിൻ്റെ എക്സ്റ്റേണൽ ബാറ്റിലായിരുന്നു ഈ ഒരു എലിസബത്തൻ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ മൊറാലിറ്റി പ്ലേസ് ഒക്കെ ഫോക്കസ് ചെയ്തിരുന്നത് അല്ലേ. ഏർലി മൊറാലിറ്റി പ്ലേസുകളാണ് റിനസൻസ് മൊറാലിറ്റി പ്ലേസ് ആർ സ്കോപ്പ് ഫോർ ദ ഇന്റർപ്ലേ ഓഫ് ഹ്യൂമൻ സെന്റിമെന്റ്സ്, പാരഡോക്സ് ആൻഡ് ഡിലെമ. മൊറാലിറ്റി പ്ലേസ് ഓഫ് ട്യൂഡർ, അപ്പോൾ ഇതൊക്കെയാണ് മൊറാലിറ്റി പ്ലേസ്. ഇതിലുള്ള കാസ്റ്റൽ ഓഫ് പെർസെവറൻസ് 1452 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ദ പ്രൈഡ് ഓഫ് ലൈഫ് 1425, എവരി മാൻ 1500 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ 3 പ്ലേകൾ എന്താണ് മൊറാലിറ്റി പ്ലേസ്, അതായത് ട്യൂഡർ കാലഘട്ടത്തിലുള്ള മൊറാലിറ്റി പ്ലേസ് ആണ്. കാസ്റ്റൽ ഓഫ് പെർസെവറൻസ് 1425, അതേപോലെ പ്രൈഡ് ഓഫ് ദ ലൈഫും 25 എവരി മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് 1500. നെക്സ്റ്റ് ലേറ്റർ ആയിട്ട് അതായത് പിന്നീട് വന്നിട്ടുള്ള ഡ്രാമകളാണ് ഇംപേഷ്യൻറ്റ് പോവേർട്ടി 1547 മുതൽ 48, പിന്നെ മേരി മാഗ്ഡലൻ അത് 1419, ദ കോൺഫ്ലിക്റ്റ് ഓഫ് കൺസൈൻസ് 1581, ദ നേച്ചർ ഓഫ് ദ 4 എലമെന്റ് 1517 to 27. ഇത്രയാണ് എന്ത് ട്യൂഡർ പീരിയഡിലുള്ള മൊറാലിറ്റി പ്ലേസ് എന്ന് പറഞ്ഞത് കേട്ടോ. മൊറാലിറ്റി പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻസ് ഓഫ് ഫെയ്ത്ത് ഇൻ ദ പീപ്പിൾ. അതായത് മൊറാലിറ്റി പ്ലേസ് എന്ന് പറഞ്ഞാൽ അതായത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുള്ളിൽ ഒരു വിശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു പീപ്പിൾ, ജനങ്ങളുടെ ഇടയിലുള്ള ഫെയ്ത്തിൻ്റെ സെൻസിനെയാണ് എന്ത് മൊറാലിറ്റി പ്ലേസ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് അല്ലേ. പിന്നെ വരുന്നത് എന്താണ്, ദീസ് പ്ലേസ് സ്പ്രെഡിങ് സ്പിരിറ്റ് ഓഫ് റിനസൻസ്. അപ്പോൾ എന്താണ് ഈ ഒരു പ്ലേകൾ, അതായത് ഇത്രയും പ്ലേകൾ പറഞ്ഞല്ലോ, കാസ്റ്റൽ ഓഫ് പെർസെവറൻസും അതേപോലെ നേച്ചർ ഓഫ് അങ്ങനെ അത്രയും പ്ലേസ്, അതായത് 7 പ്ലേകൾ, അതായത് മൊറാലിറ്റി പ്ലേസ് എന്താണ്
മൊറാലിറ്റി പ്ലേസ് എന്തിനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? സ്പിരിറ്റ് ഓഫ് റിനൈസൻസ്. റിനൈസൻസ് സ്പിരിറ്റിനെ സ്പ്രെഡ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു ഡ്രാമകൾ അല്ലേ. ദീസ് പ്ലേസ് ഓഫ് സ്പ്രെഡിങ് സ്പിരിറ്റ് ഓഫ് റിനൈസൻസ്. എലിസബത്തൻ ഡ്രമാറ്റിക് ജാനർ എന്ന് പറയുന്നത് കോമഡി ആൻഡ് ട്രാജഡി. അതായത് എലിസബത്തൻ കാലഘട്ടത്തിലെ തിയേറ്റർ അല്ലെങ്കിൽ ഡ്രാമകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് കോമഡി ആൻഡ് ട്രാജഡി. ഞാൻ പറഞ്ഞു പല ടൈപ്പ് ഓഫ് കോമഡീസ് അല്ല പല ടൈപ്പ് ഓഫ് ഡ്രാമാസ് ഉണ്ട്, അതിൽപ്പെട്ട രണ്ടെണ്ണം. അതായത് എലിസബത്തൻ കാലഘട്ടത്തിലെ ഡ്രമാറ്റിക് ജാനേഴ്സ് ആണ് എന്ത്? കോമഡിയും ട്രാജഡിയും അല്ലേ. മെയിനായിട്ടുണ്ടായിരുന്നു കോമഡി തരമായിട്ടുള്ള പ്ലേകളും അതേപോലെ ട്രാജിക് ആയിട്ടുള്ള പ്ലേകളും ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഫസ്റ്റ് കോമഡി എന്ന് പറയുന്നത് എന്താ? അതായത് ആ കാലഘട്ടത്തിലെ ഫസ്റ്റ് കോമഡി എന്ന് പറയുന്നത് എന്താണ്? റാൽഫ് റോയിസ്റ്റർ ഡോയിസ്റ്റർ എന്ന് 1553 പബ്ലിഷ് ചെയ്തിട്ടുള്ള റാൽഫ് റോയിസ്റ്റൺ ഡോയിസ്റ്റർ ആണ് ഫസ്റ്റ് കോമഡി. അത് എഴുതിയിട്ടുള്ള ആള് നിക്കോളാസ് ഉഡാലാണ് കേട്ടോ. നിക്കോളാസ് ഉഡാൽ 1553 പബ്ലിഷ് ചെയ്തിട്ടുള്ള റാൽഫ് റോയിസ്റ്റർ ഡോയിസ്റ്റർ ആണ് ഏർലി കോമഡി അല്ലെങ്കിൽ ഫസ്റ്റ് കോമഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഏർലി ട്രാജഡി അല്ലെങ്കിൽ ഫസ്റ്റ് ട്രാജഡി എന്ന് പറയുന്നത് ഗോർബഡക്കിനെ പറ്റി ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതാണ്. ബൈ തോമസ് സാക്വില്ലെ ആൻഡ് തോമസ് നോട്ടൺ, രണ്ട് റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള ട്രാജിക് പ്ലേ ആണ് എന്ത്? ഗോർബഡക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് തോമസ് സാക്വില്ലെയും അതേപോലെ തോമസ് നോട്ടനും ആണ് കേട്ടോ. Latin plays of Seneca offered great inspiration to the English tragedy അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു ഇംഗ്ലീഷ് ട്രാജഡിയിലേക്ക്, അതായത് ഇംഗ്ലീഷ് ട്രാജിക് പ്ലേസിന് ഇൻസ്പിറേഷൻ ആയത് ആരൊക്കെയാണ്? ലാറ്റിൻ പ്ലേസ്, ലാറ്റിനിലുള്ള ഡ്രാമകൾ അല്ലെങ്കിൽ പ്ലേസ് ആണ് എന്ത്? ആ ഒരു ഇംഗ്ലീഷ് ട്രാജഡിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞത് അല്ലേ. മെയിനായിട്ട് എന്താണ്? സെനേക്കൻ ട്രാജഡീസിൽ എന്താണ്? പോപ്പുലർ കോമ്പണൻസ് ഓഫ് ദ സെനേക്കൻ ട്രാജഡി. സെനേക്കൻ ട്രാജഡിയിലെ മെയിൻ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത് സോളിലോക്കീസ് ആണ്. പിന്നെ റിവെഞ്ച് മോട്ടീവ്, സൂപ്പർ നാച്ചുറൽ, റോൾ ഓഫ് ചാൻസ് ഓർ ഫേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിലെ പോപ്പുലർ ആയിട്ടുള്ള സെനേക്കൻ ട്രാജഡിയിലെ മെയിൻ ആയിട്ടുള്ള തീമുകൾ അല്ലെങ്കിൽ കോമ്പണൻ്റ് എന്ന് പറഞ്ഞത്. സോളിലോക്കി, അതായത് സോളിലോക്കി എന്ന് പറഞ്ഞത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതിനാണ് സോളിലോക്കി എന്ന് പറഞ്ഞത്. പിന്നെ റിവെഞ്ച് മോട്ടീവ്, അതായത് റിവെഞ്ച് പറഞ്ഞാൽ നമുക്കറിയാം ശത്രുത, അങ്ങനത്തെ കാര്യങ്ങൾ, പക, അത് തരത്തിലുള്ള മോട്ടീഫുകൾ. പിന്നെ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അന്ധവിശ്വാസപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റുകളാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. പിന്നെ റോൾ ഓഫ് ചാൻസ് ആൻഡ് ഫേറ്റ്, അതായത് നമ്മളെ ഫേറ്റിൻ്റെയും ചാൻസിൻ്റെയും ഒക്കെ റോൾ. ഇത്രയും കാര്യങ്ങളായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ പോപ്പുലർ ആയിട്ടുള്ള തീം അല്ലെങ്കിൽ കോമ്പോണൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്ലേസിൽ ട്രാജഡീസിൽ സെനേക്കൻ ട്രാജഡികളുടെ മെയിൻ കോമ്പോണൻസ് എന്ന് പറഞ്ഞത് സോളിലോക്കി, റിവെഞ്ച് മോട്ടീവ്, സൂപ്പർ നാച്ചുറൽ ഓർ റോൾ ഓഫ് ചാൻസ് ആൻഡ് ഫേറ്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെന്താണ്? എലിസബത്തൻ കാലഘട്ടത്തിൽ മെയിനായിട്ടുള്ള 3 പ്ലേ റൈറ്റുകളുണ്ട്. ആരൊക്കെ? തോമസ് കിഡ്, മാർലോ, ഷേക്സ്പിയർ. ഇവരൊക്കെ ആയിരുന്നു ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ റൈറ്റുകൾ. മാർലോ, തോമസ് കിഡ്, ഷേക്സ്പിയർ. ഇത്രയും 3 ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, അതായത് ഡ്രമാറ്റിസ്റ്റുകളായിരുന്നു 3 ആൾക്കാർ. തോമസ് കിഡ്, മാർലോ ആൻഡ് ഷേക്സ്പിയർ അല്ലേ. അപ്പോൾ ഈ 3 റൈറ്റേഴ്സ് അല്ലെങ്കിൽ 3 പ്ലേ റൈറ്റുകളായിരുന്നു എലിസബത്തൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എലിസബത്തൻ ഡ്രാമകളിലെ ഓഡിയൻസുകളിൽ ഏറ്റവും എക്സ്ട്രീംലി പോപ്പുലർ ആയിട്ടുള്ള 3 വ്യക്തികളായിരുന്നു, 3 ഡ്രമാറ്റിസ്റ്റുകളായിരുന്നു കേട്ടോ. എലിസബത്തൻ ഡ്രാമ എക്സ്പ്ലോർഡ് ദ ഇഷ്യൂ ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് പോസിബിലിറ്റീസ്. അപ്പോൾ എന്താണ് എലിസബത്തൻ ഡ്രാമ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇഷ്യൂ ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് പോസിബിലിറ്റി, മനുഷ്യന്മാരുടെ പൊട്ടൻഷ്യാലിറ്റിയും അതേപോലെ പോസിബിലിറ്റീൻ്റെയും ഇഷ്യൂകൾ, പ്രശ്നങ്ങളായിരുന്നു എലിസബത്തൻ ഡ്രാമ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മെയിൻ തീം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് റിനൈസൻസും അതേപോലെ ആ ഒരു കാലഘട്ടത്തിലെ എലിസബത്തൻ ഡ്രാമകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. 14th to 17th സെഞ്ച്വറിയിലാണ് റിനൈസൻസ് എന്ന് പറഞ്ഞാൽ റിവൈവൽ ആൻഡ് റീബർത്ത് എന്നാണ് മീനിങ്. മെയിനായിട്ട് മൊറാലിറ്റി എതപ്പിൽ അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. മൊറാലിറ്റി പ്ലേ, മിസ്റ്ററി ആൻഡ് മിറക്കിൾ പ്ലേസ്, മെയിനായിട്ട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ക്രിസ്ത്യാനിറ്റിയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിളിൽ നിന്നുള്ള കഥകളായിരുന്നു മെയിനായിട്ട് ആ ഒരു ഡ്രാമകളിൽ ഉണ്ടായിരുന്നത് അല്ലേ.
ഫസ്റ്റ് കോമഡി റാൽഫ് ഡോയിസ്റ്റർ, ഫസ്റ്റ് ട്രാജഡി ഗോർബഡെക് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാർലോൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് പ്ലേകളെ പറ്റിയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിസ്റ്റഫർ മാർലോയുടെ വർക്കുകളാണ്. മെയിനായിട്ട് എന്താണ്, മാർലോസ് ഡ്രമാറ്റിക് കരിയർ സ്പാൻ 6 ബ്രീഫ് ഇയേഴ്സ്. അദ്ദേഹത്തിന് കുറച്ച് ജീവിതത്തിൽ തന്നെ കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൂ അല്ലേ. അപ്പം എന്താ 29 വയസ്സ് വരെ അദ്ദേഹം എന്താ ജീവിച്ചിട്ടുള്ളൂ. അപ്പം എന്താണ്, അതുകൊണ്ട് തന്നെ കുറച്ച് 6 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ സ്പാൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റൈറ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ സ്പാൻ എന്ന് പറഞ്ഞത് 6 വർഷമാണ്. അത് 1587 to 1593 വരെ ആയിരുന്നു ഒരു അദ്ദേഹത്തിൻ്റെ കരിയർ സ്പാൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഈ ഒരു കരിയർ സ്പാൻ, അതായത് ഈ 6 വർഷം നീണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിപരമായിട്ടുള്ള ആ ഒരു കാലങ്ങളിൽ എന്താണ്, അദ്ദേഹം 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലേ. ഹി റോട്ട് 6 സ്പ്ലെൻഡിഡ് പ്ലേസ് ഇൻ ദീസ് 6 years. അപ്പം എന്താ, ഈ 6 വർഷത്തിൽ അദ്ദേഹം 6 നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പ്ലേകൾ എഴുതിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ടെമ്പർലൈൻ ദ ഗ്രേറ്റ്, പിന്നെ വരുന്നത് ഡോക്ടർ ഫൗസ്റ്റസ്, ദ ജൂ ഓഫ് മാൾട്ട, ദ മസാക്രെ അറ്റ് പാരീസ്, എഡ്വാർഡ് II, ഡിഡോ ക്യൂൻ ഓഫ് കാർത്തേജ്. ഇത്രയാണ് എന്താ അദ്ദേഹത്തിൻ്റെ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഓൾ ദ പ്ലേസ് എക്സിബിറ്റ് മാർലോസ് എസെൻഷ്യൽ സ്പിരിറ്റ്, cast in passion, intensity and poignancy. Each of his plays dramatize a particular passion taken to an extremity till to consume itself. The central character shows an extraordinary yearning of empire knowledge and power. എന്താണ്, പവറും നോളേജും എംപയറിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ, അതായത് മെയിൻ ക്യാരക്ടർ, അതായത് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ഇയറിംഗ് ഓഫ് എംപയർ നോളേജ് ആൻഡ് പവർ. എംപയർ നോളേജും പവറിൻ്റെ ഒക്കെ ഉള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അദ്ദേഹത്തിൻ്റെ പ്ലേകളിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത് അല്ലേ. അദ്ദേഹത്തിൻ്റെ പ്ലേസിലെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞത് എങ്ങനെ ബ്രെത്ത് ടേക്കിംഗ് ആണ്. അതായത് അത്രയും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലേകളിൽ ഉണ്ടായിരുന്നത് അല്ലേ. there are rarely any subplots to മാർലോസ് പ്ലേസ്. ചില പ്ലേകളിൽ മാത്രമേ ഉള്ളൂ എന്ത് സബ്പ്ലോട്ട്സുകൾ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇനി നമുക്ക് ടെമ്പർലൈൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ നോക്കാം. ടെമ്പർലൈൻ ദ ഗ്രേറ്റ് അദ്ദേഹത്തിൻ്റെ, അതായത് ക്രിസ്റ്റഫർ മാർലോയുടെ ഫസ്റ്റ് പ്ലേ ആണ് ഈ ഒരു ടെമ്പർലൈൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ 1587. അത് പ്രൊഡ്യൂസ് ചെയ്തത്, അതായത് സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്? 1587 കേട്ടോ. അത് ടെമ്പർലൈൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്റ്റഫർ മാർലോയുടെ ഫസ്റ്റ് പ്ലേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 1587 കേട്ടോ. ഇത് 2 പാർട്ട് പ്ലേ ആയിട്ടാണ് ഈ ഒരു നാടകം ഉള്ളത്. അതായത് ഡ്രാമ 2 ഭാഗമായിട്ടാണ് ഈ പ്ലേ ഉള്ളത്. റൈസ് ആൻഡ് ഫോൾ ഓഫ് ടെമ്പർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ക്യാരക്ടറിൻ്റെ റൈസും ഉയർച്ചയും താഴ്ചയും പറ്റിയാണ് ഈ ഒരു പ്ലേയിൽ മാർലോ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെന്താണ്, ഇതിന് അദ്ദേഹം സെക്കൻഡ് പാർട്ടും എഴുതിയിട്ടുണ്ട് കേട്ടോ. ബ്ലാങ്ക് വേർഡ്സോട് കൂടിയാണ് അദ്ദേഹം ഈ ഒരു ഡ്രാമ എഴുതുന്നത്. ടെമ്പർലൈൻ ഈസ് എ സ്റ്റോറി ഓഫ് ഷെപ്പേർഡ്. അപ്പം എന്താണ് ടെമ്പർലൈൻ എന്ന് പറഞ്ഞത്? അതായത് ഈ ഒരു ടെമ്പർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേ എന്ന് പറഞ്ഞത് ഒരു ഷെപ്പേർഡ്, ഒരു ആട്ടിടേൻ്റെ ഒരു കഥയാണ്. എന്ത്? ദ സ്റ്റോറി ഓഫ് ഷെപ്പേർഡ്. ഹി ഡ്രീംസ് ഓഫ് കോൺകറിങ് ദ വേൾഡ്. അപ്പം എന്താണ്, അദ്ദേഹം ഒരു ഷെപ്പേർഡ്, സാധാരണ ഒരു ആട്ടിടി അല്ലെങ്കിൽ ഷെപ്പേർഡിൻ്റെ എന്താണ് ഒരു ആഗ്രഹങ്ങളാണ് ഈ ഒരു പ്ലേ. അതായത് വേൾഡ്, നമ്മുടെ ലോകം മുഴുവൻ കോൺകർ ചെയ്യാന്ന് പറഞ്ഞാൽ കീഴടക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഡ്രീം ആയിട്ടാണ് ഈ ഒരു പ്ലേ മാർലോ അവതരിപ്പിക്കുന്നത് അല്ലേ. ടെമ്പർലൈൻ ഇസ് എ സ്റ്റോറി ഓഫ് Scythian shepherd, an interesting study of ambitions taken to it extreme. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു അംബീഷൻ, ആഗ്രഹം, അതിൻ്റെ ആ ഒരു എക്സ്ട്രീമിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഈ ടെമ്പർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി അല്ലേ. ഹി നേർച്ചേഴ്സ് എ ഡ്രീം ഓഫ് കോൺകറിങ് വേൾഡ്. അപ്പം എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രീം എന്താണ്, എന്താ പറയുന്നത്, കോൺകറിങ് ദ വേൾഡിനെ, നമ്മളെ ലോകത്തെ മുഴുവൻ കോൺകർ ചെയ്തെടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രീമിനെ പറ്റി നേർച്ചർ ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ഒരു പ്ലേയിലുള്ളത് അല്ലേ. The play is also commendable for energy-filled use of blank verse and innovative venture of Marlowe. മാർലോ ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു
യൂസ് ഓഫ് ബ്ലാങ്ക് വേഴ്സിനെ പറ്റിയിട്ടാണ്. ബ്ലാങ്ക് വേഴ്സിന്റെ എനർജിയാണ് ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് അല്ലേ. അതായത് ബ്ലാങ്ക് വേഴ്സസിലാണ് അദ്ദേഹം ഈ പ്ലേ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പ്ലേ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ദ ടൈമർ ദ ലെയിൻ പറഞ്ഞിട്ടുള്ള ആളുടെ ശരിക്കും ഉള്ള ഒരു ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് മാർലോ ടെമ്പർലൈൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ എഴുതിയിട്ടുള്ളത്. ടൈമർ ദ ലെയിൻ എന്ന് പറഞ്ഞത് മോങ്കോ കിങ് ആണ് കേട്ടോ. മോങ്കോൾ കിങ് ആണ് ടൈമർ ദ ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള മോങ്കോൾ കിങ് ആൻഡ് ദ ഡിസെൻഡന്റ് ഓഫ് ജെൻഗിഷ് ഖാന്റെ ഡിസെൻഡന്റും അതേപോലെ മോങ്കോൾ കിങ്ങും ആയിരുന്ന ആര് ടൈമർ ദ ലെയിം. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടാണ് മാർലോ ദ ടെമ്പർലൈൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ എഴുതുന്നത് അല്ലേ. ബേസ്ഡ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ടൈമർ ദ ലെയിം മോങ്കോൾ കിങ് ക്യാരക്ടർ ഈസ് ഇൻ ഫുൾ കൺട്രോൾ ഓഫ് ഹിസ് ഡെസ്റ്റിനി. അപ്പം എന്താണ് ഈ ഒരു പ്ലേയില് മാർലോ എന്താണ് ആ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈസ് ഫുൾ കൺട്രോൾ ഓഫ് ഹിസ് ഡെസ്റ്റിനി. അവൻ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ തന്നെ ഡെസ്റ്റിനീനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹം ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത് അല്ലേ. ഇൻ ടൈമർ ദ ലെയിൻ മാർലോ ക്രിയേറ്റ് ഹിസ് ഫസ്റ്റ് പവർഫുൾ ഹീറോ ഹു എപ്പിറ്റോമൈസ് ട്രൂ റിനൈസൻസ് ട്രേറ്റ്. അപ്പം എന്താണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത് എന്താണ്? ഹു എപ്പിറ്റോമൈസ് ട്രൂ റെനൈസൻസ്, സത്യമായിട്ടുള്ള റെനൈസൻസ് ട്രേറ്റിനെ എപ്പിറ്റോമൈസ് ചെയ്യുന്നത്, അതായത് ചുരുക്കുന്നതാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത് അല്ലേ. ആ ഒരു ഹീറോ എന്ന് പറയുന്നത് അങ്ങനത്തെ തരത്തിലുള്ള ക്യാരക്ടറാണ്. ഹി ഈസ് ഡെഫിയൻറ്റ്, അംബീഷ്യസ്, ബോൾഡ് ആൻഡ് എവർ റെഡി ഫോർ ചാലഞ്ച്. അപ്പം എന്താണ് ഈ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹീസ് ഡെഫിയൻ്റ് ആണ്, ധിക്കരിക്കുക അങ്ങനത്തെ രീതിയിലുള്ള ആളാണ്. പിന്നെ എന്താ അംബീഷ്യസ് ആണ്, ആഗ്രഹങ്ങളുള്ള ആളാണ്, ബോൾഡ് ആണ്, പിന്നെ എവർ റെഡി ഫോർ ചലഞ്ച്, ചലഞ്ചുകളെ ഏതൊരു ചലഞ്ചിനെയും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള തരത്തിലുള്ള ഒരാളാണ് ആര് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ. ടെമ്പർലൈൻ ഗോസ് അഹെഡ് ഫ്രം വൺ വിക്ടറി ടു അനദർ ബട്ട് ഷീർ ഫോഴ്സ് ടു ഹിസ് അംബീഷ്യസ് നേച്ചർ. ഹി ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഹിസ്റ്റോൺ ഡെസ്റ്റിനി. അപ്പം എന്താണ് അദ്ദേഹം, അതായത് ടെമ്പർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഡെസ്റ്റിനീനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് മാർലോ ടെമ്പർലൈനെ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലേ. ടെമ്പർലൈൻ ഈസ് എ സ്റ്റഡി ഓഫ് ഇൻഡോമിറ്റബിൾ ഹ്യൂമൻ വിൽ, ഫിയർലെസ് സ്പിരിറ്റ്, ഹിസ് ഹൈ ആസ്പിരേഷൻ ആൻഡ് വൈൽഡ് എനർജി. അപ്പോൾ ടെമ്പർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ പ്ലേ എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഇൻഡോമിറ്റബിൾ ഹ്യൂമൻ വിൽ, അതായത് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഹ്യൂമൻ വില്ലിനെ പറ്റി പറയുന്നത്. അതേപോലെ ഫിയർലെസ് സ്പിരിറ്റ്, നമുക്ക് പേടിയില്ലാത്ത സ്പിരിറ്റ്, അങ്ങനത്തെ തരത്തിലുള്ള, പിന്നെ എന്താ ഹൈ ആസ്പിരേഷൻ, വൈൽഡ് എനർജി, ഇതിനൊക്കെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് ദ ടെമ്പർലൈൻ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാർലോയുടെ ഫസ്റ്റ് പ്ലേ എന്ന് പറയുന്നത് കേട്ടോ. With the such characteristic, he virtually finds no one to stop him from achieving his. അപ്പം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിന് അദ്ദേഹം എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്? അവരുടെ ആ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ ആരും സ്റ്റോപ്പ് ചെയ്യാനില്ലാത്ത അങ്ങനത്തെ ടൈപ്പ് വിർച്വാലിറ്റിയാണ് അദ്ദേഹം വിർച്വലി ഫൈൻഡ്സ് നോ വൺ ടു സ്റ്റോപ്പ്. ആരും സ്റ്റോപ്പ് ചെയ്യാനില്ല അങ്ങനത്തെ ക്യാരക്ടേഴ്സിന്റെ ആഗ്രഹങ്ങളെ അച്ചീവ് ചെയ്യുന്നതിൽ തടയാൻ ആരും ഇല്ല എന്നുള്ള തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത് അല്ലേ. Now noteworthy is the fact that fate, destiny or circumstances does not dominate, overpower the character. അപ്പോൾ എന്താണ് നമ്മളുടെ ഓരോ സ്റ്റോറികളിലും എന്താണ് ഫെയ്റ്റ്, ഡെസ്റ്റിനി, അങ്ങനത്തെ കുറേ സർക്കംസ്റ്റാൻസ്, സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊന്നും എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. ഡസ് നോട്ട് ഡോമിനേറ്റ് ഓവർ പവർ ദ ക്യാരക്ടർ. അപ്പം ആ ക്യാരക്ടറിനെ ഓവർ പവർ ചെയ്യാനും അതേപോലെ ഡോമിനേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ആ തരത്തിലുള്ള ഫേറ്റോ ഡെസ്റ്റിനിയോ സർക്കംസ്റ്റാൻസസ്, അതായത് വിധി, സർക്കംസ്റ്റാൻസസ്, സാഹചര്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻ ദ ഏർലിയസ്റ്റ് ട്രാജഡി. അപ്പോൾ അതായത് ഏർലിയസ്റ്റ് ട്രാജഡികൾ, അതായത് പണ്ടുണ്ടായിരുന്ന ട്രാജിക് പ്ലേകളിൽ എങ്ങനെയായിരുന്നു ഫേറ്റ്, ഡെസ്റ്റിനി, സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു പ്ലേയിൽ മാർലോ അതൊന്നും ഡെപ്പിക്റ്റ് ചെയ്യുന്നില്ല അല്ലേ.
ഇൻസ്റ്റെഡ് ദ ക്യാരക്ടർ ഈസ് ഫുൾ കൺട്രോൾ ഓഫ്. അപ്പം അതിന് പകരം എന്താണ്, ഈ ഫേറ്റും ഡെസ്റ്റിനിക്കും സർക്കംസ്റ്റാൻസസിനും ഒക്കെ പകരം മാർലോ ഉപയോഗിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് അവരുടെ തന്നെ ഡെസ്റ്റിനിയിൽ അവർക്ക് തന്നെ ഒരു ഫുൾ കൺട്രോൾ ഉള്ള രീതിയിലാണ് ക്യാരക്ടേഴ്സിനെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. ടെമ്പർലൈൻ ടിപ്പിക്കലി ആൻഡ് എസെൻഷ്യലി റെനസൻസ്. ടെമ്പർലൈൻ എന്ന് പറഞ്ഞത് എന്താണ്, ടിപ്പിക്കലി ആൻഡ് ടെമ്പർലൈൻ ഈസ് ടിപ്പിക്കലി ആൻഡ് എസെൻഷ്യലി റെനസൻസ്. ടെമ്പർലൈൻ എന്ന് പറഞ്ഞതാണ് ഒരു റെനസൻസ് മാൻ ആണ് ടെമ്പർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതിലെ ക്യാരക്ടർ അല്ലേ. ഇൻ ദ ക്യാരക്ടർ ടെമ്പർലൈൻ മാർലോ ക്രിയേറ്റഡ് എ ഹീറോ ഹു ഡിഫൈസ് കൺവെൻഷണൽ challenges that the traditional morality. He is passionate, eloquent and unbelievably optimistic and has a sense of convictions that he can control the universe. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, ഇൻ ദ ക്യാരക്ടർ ടെമ്പർലൈനിലെ ക്യാരക്ടർ എങ്ങനെയാണ് മാർലോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഹു ഹാസ് ഡെഫൈസ് കൺവെൻഷൻ, അതായത് ആചാരങ്ങൾ കൺവെൻഷനും അതേപോലെ ട്രഡീഷണൽ മൊറാലിറ്റിനെ ചാലഞ്ച് ചെയ്യാം, പാഷനേറ്റ് ആയിട്ടുള്ളതാണ്, പിന്നെ എലക്വൻ്റ് എന്നാൽ വാചാലമായിട്ടുള്ള, അതേപോലെ അൺബിലീവബിളി ഒപ്റ്റിമിസ്റ്റിക്, വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എന്താണ് ഒപ്റ്റിമിസ്റ്റിക്, അതായത് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിട്ടാണ് എന്ത് മാർലോ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറായിട്ടുള്ള ടെമ്പർലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. ടെമ്പർലൈൻ ഈസ് എ ഗ്രേറ്റ് പ്ലേ ബിക്കോസ് മാർലോ പ്രസൻറ്റ്. അപ്പം എന്താണ് ടെമ്പർലൈൻ എന്ന് പറഞ്ഞത് മാർലോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്ലേ ആണ്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ കൂടിയാണ്. അതെന്താണ്, ഹി പ്രസൻറ്റ് എ ന്യൂ ടൈപ്പ് ഓഫ് ഹീറോ. അപ്പം എന്താണ്, ഇതുവരെ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഹീറോസ് ആയിരുന്നില്ല മാർലോൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഹീറോസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് ഒരു പുതിയ തരത്തിലുള്ള ഒരു ഹീറോനെയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അതെന്താണ്, അദ്ദേഹം എന്ന ഒരു ക്യാരക്ടേഴ്സ് എങ്ങനെ ഫ്രീ ഫ്രം ദ ഒപ്രസീവ്, റെസ്ട്രിക്റ്റീവ് ആൻഡ് റിജിഡ് ആൻഡ് മോറൽ കോഡ് എക്സിസ്റ്റിംഗ് ഇൻ ദ ഇംഗ്ലണ്ട് സൊസൈറ്റി ഓഫ് ദ ടൈം. ആ ഒരു കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് സൊസൈറ്റി അല്ലെങ്കിൽ ഇംഗ്ലണ്ട് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോറൽ കോഡിനെയും റിജിഡ്, റിസ്ട്രിക്റ്റീവ്, പിന്നെ ഒപ്രഷൻ, ഇതിൽ നിന്നൊക്കെ ഉള്ള ഫ്രീ ആയിട്ടുള്ള ഒരു അതായത് ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം എന്താണ്, മാർലോ പുതിയ ഒരു ടൈപ്പ് ഓഫ് ഹീറോയിനാണ് അദ്ദേഹത്തിന്റെ പ്ലേകളിലൂടെ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് അന്നത്തെ ആ ഒരു സൊസൈറ്റിയിൽ, അന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള റിജിഡ് മോറൽ കോഡിനെ, അതേപോലെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളത്, പിന്നെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. പിന്നെ എന്താണ്, അതേപോലെ എന്താണ് മാനിൻ്റെ റിലേഷൻ, അതായത് യൂണിവേഴ്സുമായിട്ടുള്ള നമ്മുടെ മനുഷ്യന്റെ റിലേഷനെ കുറിച്ചും പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത് അല്ലേ. ഇറ്റ് ഈസ് എ ഫിലോസഫിക്കൽ ഡിലമ. അതെന്താണ്, ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ഡിലമയാണ്, അതായത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള പ്രതിസന്ധികളെ പറ്റിയാണ് ഈ ഒരു ടെമ്പർലൈൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിൽ അദ്ദേഹം പറയുന്നത് അല്ലേ. ടെമ്പർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം, അതായത് വേൾഡിനെ കോൺകർ ചെയ്യാനുള്ള ആഗ്രഹത്തെ പറ്റിയും അദ്ദേഹത്തെ തന്നെ സ്വയം കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്ലേയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ബ്ലോക്കിലെ തേർഡ് ബ്ലോക്കിലെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു മാർലോയുടെ ഒരു പ്ലേ ആണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രാമയെ പറ്റി കൂടുതലായിട്ടൊന്നും ഈ യൂണിറ്റിൽ പറയുന്നില്ല, കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ട്രാജിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് അത് പറയുന്നുള്ളത് ഈ ഒരു യൂണിറ്റിൽ കേട്ടോ. അപ്പോൾ എന്താണ്, കൂടുതലായിട്ട് ഞാനും പറയുന്നില്ല, നമുക്ക് നന്നായിട്ട് വിശദീകരിച്ച് പറയാൻ തന്നെ ഉണ്ട് സെക്കൻഡ് യൂണിറ്റിൽ, നെക്സ്റ്റ് യൂണിറ്റിൽ. ഇപ്പം എന്താണ്, ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്, അതായത് ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ ട്രാജിക്കൽ ഹിസ്റ്ററിയാണ് നമ്മളിതിൽ ഡീൽ ചെയ്യുന്നത്. ക്ലാസിക്കൽ എലിസബത്തൻ ട്രാജഡി, ഇതെന്താണ്, ക്ലാസിക്കൽ എലിസബത്തൻ ട്രാജഡിയാണ് ഈ ഒരു ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് പഴയ കാലത്തെ എലിസബത്തൻ ട്രാജഡി, ക്ലാസിക്കൽ ആയിട്ടുള്ള ടൈപ്പ് ഒരു എലിസബത്തൻ ട്രാജഡിയാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേ ബൈ മാർലോ. ക്രിസ്റ്റഫർ മാർലോൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്
ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്ലേ അല്ലേ. മെയിൻ ആയിട്ട് ഇതിലെ തീമുകൾ എന്ന് പറയുന്നത് എന്താണ്? അംബീഷൻ, ടെംപ്ടേഷൻ ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഓവർ റീച്ചിങ് ഇൻ പെർസ്യൂട്ട് ഓഫ് നോളജ്. അപ്പോൾ എന്താണ് മെയിനായിട്ട് ഇതിലെ തീമുകൾ എന്ന് പറയുന്നത്? അംബീഷൻ, ടെംപ്ടേഷൻ ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഓവർ റീച്ചിങ് ഇൻ പെർസ്യൂട്ട് ഓഫ് നോളജ്. ആഗ്രഹവും ടെംപ്ടേഷൻ അതേപോലെ കോൺസിക്വൻസ്, നമ്മൾ ആ ഒരു നോളേജിലേക്കുള്ള ഓരോ ഓവർ റീച്ചിങ്ങിൻ്റെ കോൺസിക്വൻസിനെ പറ്റിയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു തീം എന്ന് പറയുന്നത് അല്ലേ പ്ലേയുടെ. He acquired an almost perfect command over philosophy, medicine, law ആൻഡ് തിയോളജി. അദ്ദേഹം എന്താണ് ഒരുവിധം അതായത് നോളേജുകൾ അക്വയർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം അതൊക്കെ പെർഫെക്റ്റ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് കമാൻഡ് ഓവർ ഫിലോസഫി, മെഡിസിൻ, ലോ, തിയോളജി പറഞ്ഞാൽ ദൈവശാസ്ത്രം, ഈ ഒരു കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തുണ്ട് കമൻറ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അദ്ദേഹം എന്താണ് അക്വയർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നോളേജ് ഉള്ള ഒരാളാണ് ആര്? ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. The exalted language of the play with its memorable lines leave the lasting impact of months. അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ അതായത് മാർലോയുടെ ലാംഗ്വേജ്, ഇതിൽ ഉപയോഗിച്ച ലാംഗ്വേജ് എന്ന് പറഞ്ഞത് എന്താണ്? അത് അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ലൈന്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷ എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്, ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലാംഗ്വേജ് ഓഫ് പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മെമ്മറബിൾ, അതായത് നമുക്ക് അത്രയും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന തരത്തിലുള്ള ലൈനുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാളുടെ മൈൻഡിൽ എപ്പോഴും എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ലൈനുകൾ അല്ലെങ്കിൽ ഡയലോഗുകളാണ് അദ്ദേഹം ഡോക്ടർ ഫോസ്റ്റേഴ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫോസ്റ്റേഴ്സ് ഡിലമ ഈസ് അറ്റ് വൺസ് സ്പിരിച്വൽ, ഫിലോസഫിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നേച്ചർ. അപ്പം എന്താണ് ഫോസ്റ്റേഴ്സിൻ്റെ ഡിലമ, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വൽ ആണ്, ഫിലോസഫിക്കൽ ആണ്, പിന്നെ എന്താണ് സൈക്കോളജിക്കൽ ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഡിലമാസ് എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വൽ, ഫിലോസഫിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിലമകളാണ് അദ്ദേഹം അതിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അല്ലേ. It is a play of vast conflict intensive feeling, passionate outburst and violent fancies. അപ്പം എന്താണ് ഈ ഒരു ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ എന്ന് പറഞ്ഞത് എന്താണ്? പ്ലേ ഓഫ് വാസ്റ്റ് കോൺഫ്ലിക്റ്റ്, നല്ലൊരു കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുള്ള ഒരു പ്ലേ ആണ്. പിന്നെ എന്താണ് ഇൻറ്റൻസ് ഫീലിംഗ്, നമുക്കുള്ളൊരു നല്ലൊരു ഇന്നർ ആയിട്ടുള്ള നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് നൽകുന്ന ഒരു പ്ലേ ആണ്. പിന്നെ അതേപോലെ എന്താണ് പാഷനേറ്റ് ഔട്ട്ബേസ്റ്റ്, പാഷനേറ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഔട്ട്ബേസ്റ്റ് ചെയ്യുന്ന വരുന്ന തരത്തിലുള്ളതാണ്. പിന്നെ എന്താണ് വയലൻ്റ് ആയിട്ടുള്ള ഫാൻസീസ് ഉണ്ട് അല്ലേ, വയലൻ്റ് ഫാൻസീസ്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്ലേ ആണ്. അതായത് വാസ്റ്റ് കോൺഫ്ലിക്റ്റ്, ഇൻറ്റൻസ് ഫീലിംഗ്, പാഷനേറ്റ് ഔട്ട്ബേസ്റ്റ്, അതേപോലെ വയലന്റ് ഫാൻസീസ്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്ലേ ആണ് എന്ത് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് അല്ലേ. ഗുഡ് ആൻഡ് ഈവിൾ, the play embodies the Christian perspective of good and evil force. അപ്പം ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലുള്ള ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് ഈ പ്ലേയിൽ. അപ്പോൾ ഈ ഒരു ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഗുഡ് ഏഞ്ചൽ ആൻഡ് ഈവിൾ ഏഞ്ചൽ പുള്ളിങ് ഡോക്ടർ ഫോഴ്സസ് ഇൻ ദർ റെസ്പെക്റ്റീവ് ഡയറക്ഷൻ. അപ്പം എന്താണ് ഈ ഒരു പ്ലേയിൽ ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സ് എന്ന് പറഞ്ഞുള്ള ക്രിസ്ത്യൻസിൻ്റെ പേഴ്സ്പെക്റ്റീവുകളുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സ്പെക്റ്റീവ്, അതായത് ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറയുന്നത് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഗുഡ് ഏഞ്ചൽ ആൻഡ് ഈവിൾ ഏഞ്ചൽ. അപ്പോൾ ഈ ഗുഡ് ഏഞ്ചലും ഈവിൾ ഏഞ്ചലും ഡോക്ടർ ഫോഴ്സസിനെ അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് പുള്ളി ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡ്രാമയാണ് എന്ത് ഡോക്ടർ ഫോഴ്സ്. അപ്പോൾ ഗുഡ് ഏഞ്ചലും ഈവിൾ ഏഞ്ചലും ഡോക്ടർ ഫോഴ്സസിനെ എന്താണ് പുള്ളി ചെയ്യണം അല്ലേ, ആ ഒരു അവരുടേതായ ഒരു ഡയറക്ഷനിലേക്ക് അവർ പുള്ളി ചെയ്യാണ്. അതിൽ കുറേ ഈവിൾ കാര്യങ്ങളും ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പ്ലേയിലുണ്ട് കേട്ടോ. അദ്ദേഹം പല വഴികളിലൂടെ കടന്നു പോകുന്നുണ്ട് നോളേജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പല തരത്തിൽ വ്യത്യസ്തമായ പല രീതികളിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലേയിൽ. മെയിൻ ഇത് ഓരോ പ്ലേകളിലും ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ട്രാജിക് പ്ലേകളിൽ, അതായത് ട്രാജിക് പ്ലേകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നതാണ് ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. ട്രാജിക് പ്ലേകളിൽ മാത്രം കണ്ടുവരുന്ന കാര്യമാണ് ട്രാജിക് ഫ്ലോ. അതൊരു ലിറ്റററി ഡിവൈസ് ആണ് ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. അതിന് ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് പോലെ
ഹമേർഷ്യ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ട്രാജിക് ഫ്ലോ, അതായത് ആ ഒരു നമ്മളെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള വീക്ക്നെസ്, അതായത് ഉള്ളിലുള്ള തരത്തിലുള്ള ആ ഒരു ഇൻറ്റേർണൽ വീക്ക്നെസ്സിനെ കാണിക്കും. അല്ലെങ്കിൽ പിന്നെ എന്താണ് അവരുടെ ആ ഒരു അവരുടെ ഡൗൺഫാൾ, അവരുടെ തകർച്ചയിലേക്ക് വീഴ്ത്തുന്ന അല്ലെങ്കിൽ തകർച്ചയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, ഇവൻറ്റുകളെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെയാണ് എന്താണ് ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രാജിക് പ്ലേകൾ, അതായത് ട്രാജിക് പ്ലേകളിൽ ഉണ്ടാകുന്ന ട്രാജിക് ഡ്രാമകൾ ഉണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ട്രാജിക് ഫ്ലോ എന്ന് പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ എന്താണ് ട്രാജിക് ഫ്ലോ എന്ന് പറഞ്ഞത് ആ ഒരു ഡൗൺഫാളിൽ, അതായത് മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും മെയിനായിട്ട് മെയിൻ ക്യാരക്ടറാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ മെയിൻ ക്യാരക്ടറിനെ അവരുടെ അധപതനത്തിന് അല്ലെങ്കിൽ ഡൗൺഫോളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെയാണ് എന്ത് ട്രാജിക് ഫ്ലോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലിറ്റററി ഡിവൈസ് ആണ് കേട്ടോ. അതിനെ ഹമേർഷ്യ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഫോസ്റ്റസിലുള്ള ട്രാജിക് ഫ്ലോ എന്ന് പറഞ്ഞത് എന്താണ്? ഡോക്ടർ ഫോസ്റ്റസ് ഫെയിൽ ടു റിയലൈസ് ദാറ്റ് പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ലീഡ്സ് വൺ ടു ഡെഡ് എൻഡ്. അപ്പം എന്താണ് അദ്ദേഹം എന്താണ് പല കാര്യങ്ങളും തിരിച്ചറിയാൻ അതിൽ അദ്ദേഹം തോറ്റു പോകുന്നുണ്ടല്ലോ. അപ്പം എന്താണ് പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ലീഡ്സ് വൺ, അതായത് പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പവറിന് എന്താണ് പവറിനെ എന്തിലേക്ക് നയിക്കും? ഡെഡ് എൻഡിലേക്ക് നയിക്കുന്നതാണ്. അതാണ് ഈ ഡോക്ടർ ഫോസ്റ്റസിലെ ട്രാജിക് ഫ്ലോ എന്ന് പറഞ്ഞത്. അപ്പം എന്താണ് പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ലീഡ് വൺ ടു ഡെഡ് എൻഡ്. അപ്പം എന്താ പവർ വിത്തൗട്ട്, അതായത് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പവർ എന്ന് പറഞ്ഞത് എന്തിലേക്ക് നയിക്കുന്ന പറഞ്ഞത് ഡെഡ് എൻഡിലേക്ക് ഒരാളെ നയിക്കും എന്നുള്ളതാണ്. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡൗൺഫോൾ ആയിട്ട് അല്ലെങ്കിൽ ഇതിലെ ട്രാജിക് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഈ ഒരു പ്ലേയിൽ, അതായത് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറഞ്ഞ പ്ലേയിൽ എന്താണ് ഹ്യൂമൻ മൈൻഡ്സിൻ്റെ, അതായത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കോംപ്ലക്സിറ്റീനെയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന തരത്തിലാണ് ഡോക്ടർ ഫോസ്റ്റസ് എഴുതിയിട്ടുള്ളത്, മാർലോ എഴുതിയിട്ടുള്ളത് അല്ലേ. ഈ ഒരു പ്ലേക്ക് എന്താണ് മൾട്ടിപ്പിൾ കുറേ തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് കാണാം അല്ലേ. Place is open to multiple interpretation, offers the most troubling insight into the complexities of human mind. ഈ ഒരു ഡോക്ടർ ഫോസ്റ്റസ് എന്ന ഹീറ്റ് touches the deepest codes of human mind with a symbolism that has an irresistible appeal. അപ്പം എന്താണ് ഇതൊരു ഹ്യൂമൻ മൈൻഡിനെ ഡീപ്പായിട്ട് ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡ്രാമയാണ് എന്ത് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ട്രാജിക്കൽ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള മാർലോയുടെ ഡ്രാമയെ നമ്മൾ നോക്കിക്കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ദ ജ്യൂ ഓഫ് മാൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേറൊരു പ്ലേ ആണ്. അപ്പം നമ്മൾ രണ്ട് പ്ലേ നോക്കി. ഫസ്റ്റ് പ്ലേ ആയിട്ടുള്ള ടെമ്പർലൈൻ ദ ഗ്രേറ്റ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്ലേകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് ഡോക്ടർ ഫോസ്റ്റസ്. അതിൻ്റെ ട്രാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ദ ജ്യൂ ഓഫ് മാൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ ആണ് അല്ലേ. ദ ജ്യൂ ഓഫ് മാൾട്ട, മാൾട്ടയിലുള്ള ഒരു ജ്യൂ എന്നുള്ള ആണ്. ഡ്രാമ ഓഫ് ഡെസീറ്റ്, ഫ്രോഡ് ആൻഡ് ഇൻട്രിഗ്യൂസ്. അപ്പം എന്താണ് ഈ ഒരു ഡ്രാമ എന്ന് പറയുന്നത് മറ്റുള്ള ഡ്രാമകളിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലേ. അപ്പം എന്താണ് ഡ്രാമ ഓഫ് ഡിസീറ്റ്, ഫ്രോഡ് ആൻഡ് ഇൻട്രിഗ്യൂസ്. മറ്റുള്ള ഡ്രാമകളൊക്കെ പല തരത്തിലുള്ള ഇൻസ്പിറേഷൻ, ഇതെന്താണ് ഇതൊരു ഡിസീറ്റ്, ഫ്രോഡ്, ഇൻട്രിഗ്യൂസ്, അതായത് തട്ടിപ്പും ഫ്രോഡ്സും ഇൻട്രിഗ്യൂസ് ഗൂഢാലോചനകളൊക്കെ നടത്തുന്ന തരത്തിലുള്ള ഒരു ഡ്രാമ എന്താണ് ദ ജ്യൂ ഓഫ് മാൾട്ട അല്ലേ. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, റിലീജിയൻ കോൺഫ്ലിക്റ്റ്. എന്താണ് ഈ ഒരു പ്ലേയില് മാറിലോ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് എന്താണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷനും അതേപോലെ റിലീജിയസ് കോൺഫ്ലിക്റ്റും. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ കളർ സംബന്ധമായിട്ടുള്ള ആ ഒരു വേർതിരിവ്, പിന്നെന്താണ് റിലീജിയസ് കോൺഫ്ലിക്റ്റ്, മതപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ദ ജ്യൂ ഓഫ് മാൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിൽ മാർലോ മെയിനായിട്ട് കൊണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ക്രിസ്ത്യൻ, ജ്യൂ, ടർക്സ്. അപ്പം എന്താണ് റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള റിലീജിയൻ, ജ്യൂ, ടർക്സ്, അങ്ങനെ ഈ മൂന്ന് റിലീജിയൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, യുദ്ധമാണ് ഇതിൽ അല്ലെങ്കിൽ തർക്കമാണ് ഈ ഒരു ജ്യൂ ഓഫ് മാൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിൽ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്. മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞത് ആരാണ്? ബരാബസ്. എന്താണ് ബരാബസ് ആണ് മെയിൻ ക്യാരക്ടർ. ഈ ഒരു ജ്യൂ ഓഫ് മാൾട്ട എന്ന് പറഞ്ഞത് എന്താണ് ഷേക്സ്പിയറിന്റെ ദ മെർച്ചന്റ് ഓഫ് വെനീസിലേക്ക്
ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്ലേ ആണ്, മാർലോയുടെ പ്ലേ ആണ് ദ ജൂ ഓഫ് മാൾട്ട. അപ്പോൾ ദ ജൂ ഓഫ് മാൾട്ട ഈസ് ഇൻസ്പിറേഷൻ ഫോർ ഷേക്സ്പിയറിന്റെ മെർച്ചന്റ് ഓഫ് വെനീസിന് അദ്ദേഹം എഴുതാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത് ദി ജൂ ഓഫ് മാൾട്ടയിൽ നിന്നാണ് കേട്ടോ. മെയിൻ ക്യാരക്ടർ എന്ന് ഞാൻ പറഞ്ഞു ബരാബസ് ആണ്. അപ്പം ബരാബസ് എന്ന് പറഞ്ഞത് ആരോ ഒരു വെൽത്തി ആയിട്ടുള്ള മെർച്ചൻ്റ് ആണ് അല്ലേ, വെൽത്തി മെർച്ചൻ്റ് ആണ്. അദ്ദേഹം മാൾട്ടയിലുള്ള ഒരു ജൂ ആണ്. അദ്ദേഹം മാൾട്ടയിലുള്ള ജൂ ആണ് ബരാബസ് എന്ന് പറഞ്ഞത്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, റിലീജിയസ് കോൺഫ്ലിക്റ്റ് നമുക്ക് ഈ ഡ്രാമയിൽ കാണാം. violent conflict with Christian Jew Turks. റിലീജിയൻ ഈസ് ബട്ട് എ ചൈൽഡിഷ് ടോ. റിലീജിയൻ എന്ന് പറയുന്നത് ചൈൽഡിഷ് ടോ ആയിട്ട് ഇതിൽ കൺസിഡർ ചെയ്യുന്നത് അല്ല. ആ ഒരു മാക്കിയവെലിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൊലോഗോട് കൂടിയാണ് ഈ ഒരു പ്ലേ ആരംഭിക്കുന്നത്. റിലീജിയൻ ഈസ് ബട്ട് എ ചൈൽഡിഷ് ടോ. അതായത് റിലീജിയൻ എന്ന് പറയുന്നത് പക്ഷേ എന്താണ്, ഒരു ചൈൽഡിഷ്, കുട്ടിത്തമുള്ള ഒരു ടോയ് ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോട്ടോട് കൂടി, ആ ഒരു പ്രൊലോഗോട് കൂടിയാണ് ഈ ഒരു പ്ലേ മാർലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. മാക്കിവെലി എന്ന് പറഞ്ഞത് ആരാണ്? മാക്കിവെലി എന്ന് പറഞ്ഞത് ഒരു ഇറ്റാലിയൻ പൊളിറ്റീഷ്യനും റൈറ്ററുമാണ് അല്ലേ. എന്താണ്, ഒരു ഇറ്റാലിയൻ പൊളിറ്റീഷ്യനും ഒരു റൈറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊലോഗിലൂടെയാണ് ഈ ഒരു ഡ്രാമ ഈ മാർലോ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുടങ്ങുന്നത് അല്ലെ, ബിഗിൻ ചെയ്യുന്നത്. റിലീജിയൻ ഈസ് ബട്ട് എ ചൈൽഡിഷ് ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗോട് കൂടിയാണ് ഇത് തുടങ്ങുന്നത് അല്ലേ. മാക്കിവെലി എന്ന് പറയുന്നത് എന്താണ്? ഈസ് ആൻ ഇറ്റാലിയൻ പൊളിറ്റീഷ്യൻ ആൻഡ് റൈറ്റർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺട്രവേഴ്സി ആയിട്ടുള്ള വർക്കാണ് ദ പ്രിൻസ് എന്ന് പറയുന്നത് അല്ലേ. ദ ടേം മാക്കിവെലിയൻ ഈസ് യൂസ്ഡ് ഇൻ എ നെഗറ്റീവ് സെൻസ് ഓഫ് എക്സാംപ്ലിഫൈ ദ റത്ത്ലെസ്, അൺസ്ക്രപ്ച്യുലസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പീപ്പിൾ. അപ്പോൾ എന്താണ് മാക്കിവെലിയൻ എന്ന് പറയുന്നത്? എന്താണ് മാക്കിവെലിയൻ എന്ന് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദ ജൂ ഓഫ് മാൾട്ടയിലുള്ള ഒരു തീമും കൂടിയാണ് കേട്ടോ മാക്കിവെലിയിസം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മാക്കിവെലിയൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു ഇറ്റാലിയൻ റൈറ്റ് പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹം. മാക്കിവെലിയൻ ഈസ് യൂസ്ഡ് എ നെഗറ്റീവ് സെൻസ് ഓഫ് റത്ത്ലെസ്സും അൺസ്ക്രപ്ച്യുലസും ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ടുള്ള പീപ്പിളിനേക്കുള്ള നെഗറ്റീവ് സെൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാക്കിവെലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം എന്ന് പറയുന്നത്. മാക്കിവെലിയൻ അതായത് മാക്കിവെലിയൻ പറഞ്ഞ ആള് നിക്കോളോ മാക്കിവെല്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പം എന്നാൽ നിക്കോളോ മാക്കിയവെല്ലി. അപ്പം അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഫാദർ ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ തിയറി. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ മോഡേൺ പൊളിറ്റിക്കൽ തിയറിയുടെ ഫാദർ ആയിട്ടാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അല്ലേ. The play unfolds many themes. For instance, the man is capable of challenging and countering destiny. ഡെസ്റ്റിനെ ചാലഞ്ച് ചെയ്യാൻ കൗണ്ടർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാന് കാപ്പബിൾ ആണെന്നുള്ളതാണ് ഒരു തീമായിട്ട് ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ് അനദർ തീം പറഞ്ഞ് വെഞ്ചൻസ് ഈസ് സെൽഫ് കൺസ്യൂമിങ് ആസ് ഇറ്റ് ഡിസ്ട്രോയ് ബാർബറാസ് എന്ന്. അപ്പം എന്താ വെഞ്ചിയൻസ് എന്ന് പറയുന്നത്? അതായത് ഒരു റിവെഞ്ച് എന്നൊക്കെ തരത്തിലുള്ള കാര്യം അദ്ദേഹത്തിന് ബാർബറാസിനെ എന്താണ് ഈ ഒരു പ്ലേയിൽ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് അല്ലേ. Jew of Malta, we have another extraordinary hero, Barbaras, whose character trait is his avarice for money. അപ്പം എന്താണ് ഈ ഒരു ബാർബറാസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എന്താണ്? പണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ദുരാഗ്രഹത്തെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ബാർബറാസ് എന്ന് പറഞ്ഞത്. ബാർബറാസ് മെയിനായിട്ട് മാൾട്ടയിലുള്ള ആളല്ല. ഹി ഡസ് നോട്ട് ഒറിജിനലി ബിലോങ് ടു മാൾട്ട. അദ്ദേഹം എന്താണ് മാൾട്ടയിലുള്ള ആളല്ല. പക്ഷെ എന്താണ് അദ്ദേഹം എന്താണ് ഒരു ട്രേഡിനും കൾച്ചറൽ എക്സ്ചേഞ്ചിനും വേണ്ടി മാൾട്ടയിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ ഒരു വെൽത്തിയസ്റ്റ് മെർച്ചൻ്റ് ആണ് കേട്ടോ ബാർബറാസ്. ഹി ഈസ് ദ വെൽത്തിയസ്റ്റ് മെർച്ചൻ്റ് എമംഗ് ദ ജൂയിഷ് കമ്മ്യൂണിറ്റി ഓഫ് മാൾട്ട. മാൾട്ടയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ ഒരു വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെർച്ചൻ്റ് ആണ് ആര്? ബാർബറാസ്. ബാർബറാസിന് മെയിനായിട്ട് 2 കാര്യങ്ങളിലാണ് ഇമ്പോർട്ടൻസ്. ഒന്നാമത് മണി, സെക്കൻഡ് വൺ ഹിസ് ഡോട്ടർ അബിഗെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് ഡോക്ടറും പിന്നെ പണത്തോടുമാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഒബ്സസ് ഉണ്ടായിരുന്നത്. ആ ഒരു മാൾട്ടയിലെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദ വെൽത്തിയസ്റ്റ് സിറ്റീസൺ ഓഫ് ദ കൺട്രി ആർ ഗിവൺ 2 ചോയ്സ്. അപ്പം എന്താണ് ആ ഒരു കൺട്രിയിൽ, ആ ഒരു മാൾട്ടയിലെ വെൽത്തിയസ് ആയിട്ടുള്ള നല്ല ധനികനായിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്
സിറ്റീസന് 2 കാര്യങ്ങൾ ചൂസ് ചെയ്യേണ്ടി വന്നു. ആർ ഗിവൺ ടു ചൂസ്, 2 കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആൾക്കാർ കൊടുക്കും. അപ്പോൾ എന്താണ്, നെയ്തർ ദേ ഗീവ് എവേ ഹാഫ് ഓഫ് ദെയർ പ്രോപ്പർട്ടി ഓർ എൽസ് കൺവേർട്ട് ടു ക്രിസ്ത്യൻ. ഒന്നല്ലെങ്കിൽ ക്രിസ്ത്യൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക, ജൂയിഷ് അല്ല, അപ്പോൾ ജൂയിഷുകാരെ ക്രിസ്ത്യൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയിലെ പകുതി ഭാഗം ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു ബാർബറാസ് ജൂ ആണ്, അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ക്രിസ്ത്യാനിറ്റിക്ക് കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസും അവർ കൈയടക്കി അല്ലേ. അതിന് റിവെഞ്ച് എടുക്കുകയാണ് അദ്ദേഹം. അതിന് റിവെഞ്ച് എടുക്കുന്നത് എങ്ങനെയാണ്, മകളിലൂടെയാണ് റിവെഞ്ച് എടുക്കുന്നത് അല്ലേ. മകളിലൂടെ റിവെഞ്ച് എടുക്കണം. മകളിലൂടെ റിവെഞ്ച് എടുത്തിട്ട് മകളെ ഒരു ഇന്നറിയിലേക്ക് വിടുകയാണ്. അതായത് ഒരു ക്രിസ്ത്യൻസിൻ്റെ ആ ഒരു ഇതിലേക്ക് ക്രിസ്ത്യൻസ് ആയിട്ട് ജൂയിഷിൽ നിന്ന് ക്രിസ്ത്യൻസിലേക്ക് മകളെ മതം മാറ്റി അവളിലൂടെ നണ്ണറിയിൽ കയറി, അതായത് കന്യാസ്ത്രീ മഠത്തിൽ കയറിയിട്ട് അവളിലൂടെ വീണ്ടും റീഗെയിൻ ചെയ്യാണ് അവരുടെ ആ ഒരു വെൽത്തും കാര്യങ്ങളും ഒക്കെ. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത് കേട്ടോ. പിന്നെ എന്താണ്, പിന്നെ വരുന്നത് ബാർബറാസ്. വേറെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ, 2 ബോയ്സ്. ഗോൾഡ് വിത്ത് ഹി ബൈസ് സ്ലേവ്സ്, ലോഡോവിക് ആൻഡ് മാത്യൂസ്. അപ്പോൾ ഈ 2 ആൺകുട്ടികളും എന്താണ്, വേറെ 2 ക്യാരക്ടേഴ്സാണ്, ലോഡോവിക് ആൻഡ് മാത്യൂസ്. ഇവർ 2 പേരും അബിഗെയിലിനോട് പ്രണയം തോന്നിയത് 2 ആളാണ്. അപ്പോൾ അതിലും അദ്ദേഹം ഒരു കുബുദ്ധി പ്രയോഗിച്ച് അവർ 2 പേരെയും ഇല്ലാതാക്കണം. എങ്ങനെയാണ്, അവർ 2 പേരെയും ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹം എന്താണ് 2 പേരും തമ്മിൽ ഈ ഒരു അബിഗെയിലിൻ്റെ പേരിൽ, അതായത് അബിഗെയിലിൻ്റെ പേരിൽ ഇവർ 2 പേരും വഴക്കിടണം. അങ്ങനെ അവർ 2 പേർക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അപ്പം അങ്ങനെ ബാർബറാസ് ആക്ച്വലി വാണ്ട്സ് ദാറ്റ് ദീസ് മെൻ കിൽ ഈച്ച് അതർ. അപ്പം എന്താണ്, അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്, 2 പേരും ഇവളുടെ പേരിൽ, അതായത് മകളുടെ പേരിൽ 2 പേരും വഴക്കടിച്ച് ഇല്ലാതാവുക, മരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലേ, ബാർബറാസ് ഉദ്ദേശിച്ചത്. ബാർബറാസ് സക്സീഡ്. അപ്പം എന്താണ്, ബാർബറാസ് ഈ ഒരു കാര്യത്തിൽ എന്താണ് അദ്ദേഹം സക്സസ് ആയി. 2 പേരും തമ്മിൽ തല്ലി മരിക്കുകയുണ്ടായി. നെക്സ്റ്റ് എന്താണ്, ഷീ ഡിസൈഡ്സ് ടു ബിക്കം ദ നൺ. പിന്നെ എന്താണ്, അദ്ദേഹം ഈ ഒരു അച്ഛൻ്റെ ഈ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് ആദ്യം മകളുടെ പേരിൽ സമ്പത്ത് തിരിച്ചെടുത്തു, പിന്നെ 2 ചെറുപ്പക്കാരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുബുദ്ധി പ്രയോഗിച്ച് മരിച്ചു. അപ്പം എന്താണ്, മകൾ ഇതൊക്കെ കണ്ടിട്ട് എന്താണ്, നണ്ണായിട്ട്, അതായത് ഒരു കന്യാസ്ത്രീ ആയിട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കും അല്ലേ. അതും അദ്ദേഹം എന്താണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അപ്പം എങ്ങനെ, ഷീ ഡിസൈഡ്സ് ടു ബിക്കം നൺ. ദിസ് ഷാറ്റേഴ്സ് ബാർബറാസ് ഹോപ്സ്. എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മകളോടുള്ള പൊസസീവ്നെസ്സിൽ എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ ആ ഹോപ്പൊക്കെ ഇല്ലാതായി. അപ്പോൾ നണ്ണായിട്ട് മാറാന്നുള്ള മകളുടെ പ്രതീക്ഷയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇത്താമോറിൻ്റെ ഹെൽപ്പോട് കൂടി, നെക്സ്റ്റ് ക്യാരക്ടറാണ് ഇത്താമോറിൻ്റെ ഹെൽപ്പോട് കൂടി എന്താണ് ആ ഒരു നന്നറിനെ, അതായത് ആ ഒരു കന്യാസ്ത്രീ മഠത്തിൽ മുഴുവനും എന്താണ് പോയിസൺ ഏൽപ്പിക്കും അല്ലേ, അതായത് വിഷം കൊടുക്കും. അങ്ങനെ എന്താണ്, അബിഗെയിൽ എഗെയിൻ സെൻസ് ഫാദേഴ്സ് കോൺസ്പിറസി ആൻഡ് ഇൻഫോം ഫ്രയർ. എന്താണ്, അപ്പോൾ അച്ഛൻ്റെ ആ ഒരു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ എന്താണ് മകള് ആ ഒരു ഫ്രയറിനെ ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ്. ദെൻ ഹി ത്രോൺസ് ദ വെബ് ഓഫ് അനദർ കോൺസ്പിറസി. അങ്ങനെ കുറേ തരത്തിലുള്ള കോൺസ്പിറസിയിലൂടെയാണ് ഈ ഒരു പ്ലേ അവതരിപ്പിക്കുന്നത് അല്ലേ. പൈസ, മണി എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ബാർബറാസിന്. ദ 2 ഫ്രയർ ഗെറ്റ് ഇൻ ടു ഫെയറി ആർഗ്യുമെൻറ്റ്സ് ആസ് ടു ഹൂ ഈസ് ഗോയിങ് ടു വിൻ ബാർബറാസ് ആൻഡ് ഹിസ് മണി ഫോർ ഹിസ് മൊണാസ്ട്രി. ഇൻ ദിസ് വാർ ബാർബറാസ് കിൽ. അപ്പം എന്താണ്, ഈ ഒരു കാര്യത്തിൽ ബാർബറാസ് ആരാണ്, ബെർണാഡൈനെ കൊല്ലും. പിന്നെന്താണ്, ഫ്രയർ ജോക്കോമോയിലുള്ള ഒരു ആളാണ് ബെർണാഡൈൻ എന്ന് പറഞ്ഞാൽ. ബെർണാഡൈനെ എന്താണ് ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ ബെർണാഡൈനെ ആര് കൊല്ലും, ബാർബറാസ് കൊല്ലും. അപ്പം ഈ ഒരു കുറ്റം ആരിലേക്ക് വയ്ക്കും, ജാക്കോമയിലേക്ക് ഏറ്റെടുത്തപ്പോൾ എന്താ, ജാക്കോമേനെ മർഡർ ഓഫ് ബെർണാഡനായിട്ട് ഗവൺമെൻറ് എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ അയാളുടെ പ്ലാനിങ് മറ്റൊരാളിലേക്കും തള്ളി അയാൾ അതിൽ വിജയിക്കാൻ ചെയ്യുന്നത്. അറ്റ് ദ ജങ്ക്ചർ ദ ന്യൂ ക്യാരക്ടേഴ്സ് എൻ്റർ ടു ദ പ്ലേ. അപ്പം എന്താണ്, വൈസ് ബെലാമിറ ആൻഡ് പിലിയ ബ്രോൺസ എന്ന് പറഞ്ഞ 2 വിമൺ ക്യാരക്ടേഴ്സും കൂടി നമ്മുടെ ഈ പ്ലേയിലേക്ക് വരികയാണ്. വിത്ത് ദീസ് 2 വിമൺ പ്ലോട്ട് വിത്ത് ഇത്താമോർ ടു റോബ് ബാർബറാസ് ഓഫ് ഹിസ് വെൽത്ത്. അപ്പം എന്താണ്, ഈ 2 സ്ത്രീകൾ എന്താണ് ഇത്താമോറിൻ്റെ കൂടെ കൂടിയിട്ട് ബാർബറാസിൻ്റെ വെൽത്ത്
കോൺകർ ചെയ്യുക, അതായത് റോബ് ചെയ്യുക, കൊള്ളയടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഹിയർ ടു ബാർബറാസ് ഏബിൾ ടു കൺട്രോൾ ദി. അപ്പം എന്താണ്, അവിടെയും എന്താണ്, ബാർബറാസ് ആ ഒരു ഇവന്റിനെ കൺട്രോൾ ചെയ്യുകയാണ് അല്ലേ. ഹി ഡിസ്ഗൈസസ് ഹിംസെൽഫ് ആസ് എ ഫിഡ്ലിംഗ് ക്ലോൺ. അദ്ദേഹം എന്താണ്, ഒരു വിഡ്ഢിയായിട്ടുള്ള ഒരു കോമാളിയെ പോലെ അദ്ദേഹം വേഷം കെട്ടിയിട്ട് എന്താണ്, അവർക്ക് രണ്ടുപേർക്കും എന്താണ്, ഒരു പോയിസൺ ആയിട്ടുള്ള വിഷം കലർത്തിയിട്ടുള്ള ഒരു പൂ അവർക്ക് ഓഫർ ചെയ്യാണ് രണ്ടുപേർക്കും. ഓൺ ദ അതർ ഹാൻഡ് ദ Christian governor of Malta, Furness, who is preparing for the oncoming Turkish siege, is informed by the group Ithamor, Bellamira and Pipilia that Babra. അപ്പം എന്താണ്, ഈ ആൾക്കാരോട്, അതായത് ഇത്താമോറിനോടും ബെല്ലാമിറയോടും പിലിയ ബ്രോൺസോടും എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാർബറാസ് എന്ന് പറഞ്ഞ ആളെന്താണ്, ഒരു മാർഡർ ആണെന്ന് പറയാണ്. ആര്, ക്രിസ്ത്യൻ ഗവർണറായിട്ടുള്ള ഫെർണേസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അല്ലേ. ഫെർണേസ് പുട്സ് ഓൾ ഓഫ് ദം ഇൻ ടു പ്രിസൺ. അപ്പം എന്താണ്, ഫെർണേസ് എല്ലാവരെയും എന്താണ്, പ്രിസണിൽ അതായത് ജയിലിൽ കൊണ്ടടയ്ക്കും. ആസ് ദ പ്രിക്യൂഷൻ, അതായത് മുൻവിധി എന്നുള്ള രീതിയിൽ അദ്ദേഹം എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഇതിലടക്കുകയാണ്. പക്ഷേ എന്താണ്, ഐറണിക്കലി ഓൾ ഡൈ ബിക്കോസ് ഓഫ് സ്ലോ ഇഫക്റ്റ് ഓഫ് പോയിസൺ ഫ്ലവർ. അപ്പം പോയിസണിൻ്റെ ഫ്ലവറിൻ്റെ സ്ലോ ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ട് എന്താണ്, എല്ലാവരും മരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഒരു മുൻ വിധി എന്നുള്ള രീതിയിൽ അദ്ദേഹം കൊണ്ടുപോയി അടച്ചു എങ്കിലും എന്താണ്, പക്ഷേ ആ ഒരു സ്ലോ പോയിസൺ ആയിരുന്നു ആ ഒരു ഫ്ലവറിന്, അത് കാരണം അവർ മരിച്ചു അല്ലേ. അപ്പം അങ്ങനെ പിന്നെയുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും വിജയിച്ചു. As new development in the play, Calimith, a Turkish leader, joins hand with ബറാബസുമായിട്ട് ടർക്കിഷ് ലീഡർ ആയിട്ടുള്ള കാലിമിത്ത് ജോയിൻ ചെയ്യാണ്. ആൻഡ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഫെർണേസ് ആൻഡ് ഇൻവേഡ് മാൾട്ട. എന്താണ്, അപ്പോൾ ഒരു ഫെർണേസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ആര്, കാലിമാത്തും അതേപോലെ ബറാബസും. എന്തിനു വേണ്ടിയിട്ട്, ഇൻവേഡ് മാൾട്ട, അതായത് മാൾട്ടയെ ആക്രമിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്യാണ്. They strike a deal with each other. Barbaras will help Turks invade Malta, and that in turn Calymath will make Barbaras governor. The plan really works. അപ്പം എന്താണ്, ആ ഒരു മാൾട്ടേനെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാർബറാസിനെ സഹായിക്കും. പിന്നെ എന്താണ്, ഇയാൾ ഇൻ ടേൺ കാലിമാത്ത് എന്താണ്, ബാർബറാസിനെ എന്താണ്, ഗവർണർ ആക്കുകയാണ്. അവർ രണ്ടുപേരും ആ ഒരു പ്ലാൻ നന്നായിട്ട് വർക്ക് ചെയ്തു. ടർക്സ് അക്വയർ കൺട്രോൾ ഓഫ് ടർക്സ് എന്താണ്, മാൾട്ടയുടെ കൺട്രോൾ മുഴുവനും നേടിയെടുക്കുകയാണ് അല്ലേ. ആൻഡ് ബാർബറാസ് ഈസ് ഡിക്ലെയർഡ് ദ ന്യൂ ഗവർണർ. അപ്പം എന്താണ്, ബാർബറാസ് ന്യൂ ഗവർണർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യണം. ഫെർണേസ് ഈസ് ഇംപ്രിസൺഡ് ബട്ട് ബാർബറാസ് ഈസ് നോട്ട് ടു ബി സ്റ്റോപ്ഡ് ഇൻ ഹിസ് ഡാർക്ക് മോട്ടീവ്. അപ്പം എന്താണ്, ഫെർണീസ് എന്താണ്, അദ്ദേഹം ഇംപ്രിസൺ, അതായത് ജയിലിലാക്കപ്പെട്ടു. എന്നാലും എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡാർക്ക് മോട്ടീവ്, അതായത് നിഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തികൾ അദ്ദേഹം നിർത്തുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ. ഹി സ്ട്രൈക്സ് എ ഡീൽ വിത്ത് ഫെർണേസ് ടു കിൽ ഓൾ ദ ടർക്സ് ഇൻ മാൾട്ട ഇൻ റിട്ടേൺ ഫോർ എ ഹ്യൂജ് റാൻസം ഓഫ് മണി. അപ്പം എന്താണ്, നല്ലൊരു പൈസ ഓഫർ ചെയ്തിട്ട് എന്താണ്, ആ ഒരു ടർക്സ് ഇൻ മാൾട്ടയിലുള്ള ടർക്സിനെയൊക്കെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം ഓർഡർ കൊടുക്കുകയാണ് അല്ലേ. അൺഫോർച്ചുനേറ്റ്ലി ഫോർ ബാർബറാസ് ദിസ് ടൈം ദ പ്ലാൻ ഫെയിൽസ്. അപ്പം എന്താണ്, ഭാഗ്യവശാൽ ഈ ഒരു പ്ലാന് മാത്രം എന്താണ്, ഫെയിലായി അല്ലേ. ബിട്രേസ് ഹിം അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്. അപ്പം എന്താണ്, പ്ലാൻസ് ആസ് ഫെർണേസ് എന്താണ്, ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ബിട്രൈ ചെയ്തു, അതായത് പറ്റിച്ചു. ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ പ്ലേ വി സീ ദ ടർക്കിഷ് ആർമി ബീങ് ഡിസ്ട്രോയിഡ് വിത്ത് കാലിമാത്ത് സ്റ്റാൻഡിങ് ഓൾ അലോൺ ദ മേഴ്സി ഓഫ് ഫെർണേസ്. അപ്പം എന്താണ്, ഈ ഒരു പ്ലേയുടെ അവസാനത്തിൽ എന്താണ്, വി സീ ദ ടർക്കിഷ് ആർമി എന്താണ്, ബീയിങ് ഡിസ്ട്രോയ്ഡ് വിത്ത് കാലിമാത്തിലൂടെ എന്താണ്, ടർക്കിഷ് ആർമി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടാണ്. ആൻഡ് സ്റ്റാൻഡിങ് ഓൾ എലോൺ ഓൺ ദ മേഴ്സി ഓഫ് ഫ്രാൻസ്. അപ്പം എന്താണ്, എല്ലാവരും എന്താണ്, ആ ഒരു ഫ്രണ്ട്സിൻ്റെ മേഴ്സിയിൽ എല്ലാവരും നിൽക്കുകയാണ് അല്ലേ. ബാർബറാസ് ടു ഈസ് കിൽഡ്. ആൻഡ് അങ്ങനെ എന്താണ്, അവസാനം ബാർബറാസിനെയും എന്താണ്, വധിക്കുകയാണ് അല്ലേ, മരിക്കുകയാണ് അദ്ദേഹം. ആൻഡ് ഫെർണേസ് എമേർജസ് വിക്ടോറിയസ് വൺസ് ഹി ഗെയിൻസ് ദ ഗവർണർ ഓഫ് മാൾട്ട. അപ്പം എന്താണ്, ഫെർണസ് വീണ്ടും എന്താണ്, വിക്ടറി ഗെയിൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ അവസാനം എന്താണ്, അദ്ദേഹം മാൾട്ടയിലെ ഗവർണറായിട്ട് തന്നെ നിയമിതനാവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇത്രയാണ് ദ ജൂ ഓഫ് മാൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിലെ ജസ്റ്റ് ഒരു പ്ലോട്ട് അല്ലെങ്കിൽ സമ്മറി എന്ന് പറഞ്ഞത്, അതിൻ്റെ കഥ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ.
മെയിനായിട്ട് ഇതിലെ തീം എന്ന് പറഞ്ഞത് എന്താണ്? ആൻറ്റി സെമിറ്റിസം. അതായത് ആൻറ്റി സെമിറ്റിസം എന്നാൽ സെമിറ്റിസം എന്ന് പറഞ്ഞാൽ ജൂവിഷ്നെസ് ആണ്. പിന്നെ മാച്ച് വില്യനിസം, ഗ്രീഡ് ആൻഡ് വെൽത്തി, റിവെഞ്ച് ആൻഡ് റിലീജിയസ് ഹിപ്പോക്രസി. ഇത്രയാണ് ഈ ഒരു ജൂ ഓഫ് മാൾട്ടയിലെ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് 3 പ്ലേയും കൂടി നോക്കാനുണ്ട്. എഡ്വാർഡ് ദ സെക്കൻഡും രണ്ടെണ്ണം, ഡിഡോ, ക്യൂൻ ഓഫ് കാത്തർ, 3 എന്താ മസാക്രെ അറ്റ് പാരീസ്. ഇങ്ങനെ മസാക്രെ അറ്റ് പാരീസ്, എഡ്വാർഡ് ദ സെക്കൻഡ്, ഡിഡോ, ക്യൂൻ ഓഫ് കാത്തേഴ്സ് പറഞ്ഞിട്ടുള്ള 3 പ്ലേകളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഹായ്, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർലോയുടെ നെക്സ്റ്റ് പ്ലേ ആണ് ദ മസാക്രെ അറ്റ് പാരീസ്, പിന്നെ എഡ്വാർഡ് ദ സെക്കൻഡ്, ഡിഡോ, ക്യൂൻ ഓഫ് കാത്തേഴ്സ് പറഞ്ഞിട്ടുള്ള ഈ 3 പ്ലേകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ പ്ലേകളുടെ സമ്മറി അല്ലെങ്കിൽ പ്ലോട്ട് പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ ഒരു നോളേജ് തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ദ മസാക്രെ അറ്റ് പാരീസ്? എന്താണ് മസാക്രെ എന്ന് പറഞ്ഞാൽ എന്താണ്? മസാക്രെ എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ പാരീസിൽ നടന്നിട്ടുള്ള ഒരു കൂട്ടക്കൊലയാണ്. അതിനെ പറ്റിയാണ് മാർലോ ഈ പ്ലേയിലൂടെ ദ മസാക്രെ അറ്റ് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കലി ദിസ് പ്ലേ ടേക്സ് ഇൻ ടു ദ അക്കൗണ്ട് ദ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഓഫ് ദ ടൈംസ്. ആ ഒരു കാലഘട്ടത്തിലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവൻറ്റുകളെയാണ് നമ്മൾ ഈ ഒരു പ്ലേയിലൂടെ മാർലോ നമ്മൾക്ക് അല്ലെങ്കിൽ മാർലോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് ഓഫ് ദി ടൈം. പിന്നെ എന്താണ് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇംഗ്ലണ്ടിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു പ്ലേ മാർലോ എഴുതിയിട്ടുള്ളത് അല്ലേ. It details the incident of Saint Bartholomew's Day massacre provided by French royal rules and Catholic nobles. അപ്പം എന്താണ് മെസാക്ര ഈ ഒരു കൂട്ടക്കൊല പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ്? ഫ്രഞ്ച് റോയൽ റൂളേഴ്സും അതേപോലെ കാത്തലിക് നോബിൾസും ആണ് അല്ലേ. കാത്തലിക് നോബിൾസും അതേപോലെ എന്താണ് ഫ്രഞ്ച് റോയൽ റൂളേഴ്സും എന്നാണ് ഈ ഒരു കൂട്ടക്കൊല, അതായത് സെന്റ് ബാർത്തലോമ്യൂസ് ഡേയിലുള്ള ഒരു കൂട്ടക്കൊല പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഫ്രഞ്ച് റോയൽ റൂളേഴ്സ് ആൻഡ് കാത്തലിക് നോബിൾസ് അല്ലേ. ഇൻ 1572 ഈ കൂട്ടക്കൊലയിൽ എന്താണ് 1572 ഈ ഒരു കൂട്ടക്കൊലയിൽ എന്താണ് കുറേ പ്രൊട്ടസ്റ്റന്റുകാര്, തൗസൻഡ്സ് ഓഫ് പ്രൊട്ടസ്റ്റന്റ്സുകാർ എന്താണ് വർ മേർഡേർഡ് ഇൻ പാരീസിൽ വെച്ച് മരിക്കുകയുണ്ടായി അല്ലേ. കൂട്ടക്കൊലയിൽ 1572 കുറേ തൗസൻഡ്സ് ഓഫ് പേഴ്സൺ, അതായത് തൗസൻഡ്സ് ഓഫ് പ്രൊട്ടസ്റ്റന്റുകാരാണ് ഈ ഒരു പാരീസിൽ വെച്ച് കൂട്ടക്കൊലയിൽ മരണപ്പെട്ടത്. അതിലെന്തൊക്കെയാണ്? ഓർഡിനറി സാധാരണ പ്രൊട്ടസ്റ്റന്റ് ജീവിതം നയിച്ചിരുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ. they were killed in this massacre. അപ്പോൾ ഈ ഒരു കൂട്ടക്കൊലയിൽ അവരൊക്കെ വധിക്കപ്പെടുകയാണ് ഉണ്ടായത് അല്ലേ. This mindless and horrific mass murder shocked the world, more specifically the neighboring Protestant countries such as England and Netherlands. അപ്പോൾ എന്താണ് ഈ ഒരു പാരീസിൽ നടന്നിട്ടുള്ള ഈ ഒരു കൂട്ടക്കൊല എന്താണ് തൊട്ട അയൽ രാജ്യങ്ങളായുള്ള, അതായത് പ്രൊട്ടസ്റ്റന്റ് തൊട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് കൺട്രീസ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിന് നെതർലാൻഡിലേക്ക് വളരെയധികം ഷോക്ക്ഡ് ആയില്ല. ഈ ഒരു ഹൊറിഫിക്കും മൈൻഡ്ലെസ്സും ആയിട്ടുള്ള, അതായത് ഹൃദയം ഒരു ദയശൂന്യമില്ലാത്ത ആ ഒരു മരണം കണ്ടിട്ട് എന്താണ് അടുത്തുള്ള പ്രൊട്ടസ്റ്റന്റ് കൺട്രീസ് ആയിട്ടുള്ള ഇംഗ്ലണ്ട് നെതർലാൻഡിനൊക്കെ ഭയങ്കര ഷോക്കായി എന്ന് പറഞ്ഞത് അല്ലേ. ദ മസാക്രെ അറ്റ് പാരീസ് ഇസ് റിഗാർഡഡ് മാർലോസ് മോസ്റ്റ് വയലന്റ് പ്ലേ. അപ്പം എന്താണ് ഇതുവരെ കണ്ട പ്ലേകളിൽ, അല്ലെങ്കിൽ അദ്ദേഹം മൊത്തമായിട്ട് 6 പ്ലേ ആണ് എഴുതിയിട്ടുള്ള, 6 കരിയർ ലൈഫ് സ്പാനിൽ 6 പ്ലേകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പം അതിൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൊറിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് എന്ത് ദ മസാക്രെ അറ്റ് പാരീസ് എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം മാർലോയുടെ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ മസാക്രെ അറ്റ് പാരീസ് അല്ലേ. The excessive bloodshed make the critics question the pointlessness of all. അപ്പം എന്താണ് ഈ ഒരു വയലന്റ് ആയിട്ടുള്ള പ്ലേ അല്ല. അപ്പം എന്താ കുറേ അധികം ക്രിട്ടിക്സുകൾ ഈ ഒരു പ്ലേനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ് ഇത് ക്വസ്റ്റ്യൻസ് ദ പോയിന്റ്ലെസ്നെസ് ഓഫ് ഓൾ ദിസ്. അപ്പം എന്താണ് ഇതൊക്കെ ഒരു പോയിന്റ്ലെസ് ആണ്, അതായത് വലിയ അർത്ഥശൂന്യമാണ് എന്നാണ് അവർ പറയുന്നത് അല്ലേ. ബ്ലഡ് ഷെഡ് എന്ന് പറഞ്ഞത് ബ്ലഡ് ഷെഡ് ഒക്കെ പോയിന്റ്ലെസ്നെസ് ആണെന്നാണ് അദ്ദേഹം, അതായത് കുറേ ക്രിട്ടിക്സുകൾ പറയുന്നത്. സം ക്രിട്ടിക്സ് ലൈക്ക് സാറ മൺസൺ ഡേറ്റ്സ്. അപ്പം എന്താണ് ഒരു സാറ മൺസൺ ഡേറ്റ്സ് പറയുന്ന കാര്യമാണ് എന്ത്
says it is underline the pointless of religious and political. അപ്പോൾ എന്താണ് ഇതൊരു പൊളിറ്റിക്കലും റിലീജിയസും ആയിട്ടുള്ള പോയിന്റ്ലെസ് ആയിട്ടുള്ള ഒരു വയലൻസ് ആണെന്നാണ് പറഞ്ഞത്. ഷീ സേസ് the bloodshed and violence come in full circle and the audience experience a sickening sensation. അപ്പോൾ എന്താണ് ഈ ഒരു പ്ലേ സ്റ്റേജിൽ പ്ലേ ചെയ്യുമ്പോൾ എന്താണ് അപ്പോൾ സാറ മൻസൺ ഡീറ്റ്സ് പറയാൻ എന്ത് ഈ ഒരു പ്ലേ എന്ന് പറഞ്ഞത് ദ ബ്ലഡ്ഷെഡ് ആൻഡ് വയലൻസ്, അതായത് രക്തം ചിന്നിയ അതും പിന്നെ വയലൻസ് പോലുള്ള ഈ കാര്യങ്ങൾ എന്താണ് അതൊരു മൊത്തം ആ ഒരു ഓഡിയൻസിൽ എന്താണ് വല്ലാത്തൊരു സിക്കനിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ആര് പറഞ്ഞത്, സാറ പറയുന്നത് അല്ലേ. Nevertheless, the modern critics responded to the play find some strength in presentation of the dramatic person. അപ്പോൾ എന്താണ് ചില മോഡേൺ ക്രിട്ടിക്സ് ഒക്കെ വേറെ രീതിയിലാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് മാർലോൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റിയാണ് മോഡേൺ ആയിട്ടുള്ള ക്രിട്ടിക്കുകൾ ഈ ഒരു ദ മസാക്കർ അറ്റ് പാരീസ് എന്നുള്ള പ്ലേയെ പറ്റി സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് നോക്കൂ. ദ പേഴ്സണൽ കറേജ് ഷോൺ ബൈ ഗൂയിസ് ഇൻ ഫേസ് ഓഫ് ഡെത്ത് വൺസ്. അപ്പൊ എന്താണ് മരണത്തിന്റെ ആ ഒരു മുഖാമുഖം നിൽക്കുമ്പോഴും എന്താണ് ആ ഒരു ഗൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന്റെ എന്താണ് ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കറേജ് കാണിക്കുന്നത് എന്താണ്, അതാണ് സ്ട്രെങ്ത് ആയിട്ട് ചില മോഡേൺ ക്രിട്ടിക്കുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അല്ലേ. In addition to this, there are mighty lines and memorable phrase, magnificent speeches and very fine tragic turns. അപ്പോൾ എന്താണ് കുറേ അധികം മെമ്മറബിൾ ആയിട്ടുള്ള മറക്കാൻ കഴിയാത്ത ഫ്രേസുകളുണ്ട്, പിന്നെ എന്താ നല്ല നല്ല ലൈനുകളുണ്ട്, മാഗ്നിഫിഷ്യൻറ്റ് സ്പീച്ചുകളുണ്ട്, പിന്നെ വെരി ഫൈൻ ട്രാജിക് ട്രാൻസ് ആൻഡ് ട്വിസ്റ്റ്. ഇതൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു മാർലോൻ്റെ ദ മസാക്കർ അറ്റ് പാരീസ് എന്നുള്ള പ്ലേയിൽ കാണാൻ സാധിക്കും അല്ലേ. ദ പ്ലേ വാസ് എൻ അബ്രിഡ്ജ്ഡ് വേർഷൻ. പ്ലേ എന്ന് പറഞ്ഞത് എന്താണ് വളരെയധികം ഒരു അബ്രിഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പിന്നെ ദിസ് ഈസ് എ സ്ട്രോങ് പ്രൊട്ടസ്റ്റന്റ് ബേസ് എന്ന് ഈ പ്ലേ എന്ന് പറയുന്നത് പ്ലേക്ക് എന്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് ബയസ് ഉണ്ടല്ലേ. പിന്നെ എന്താണ് ഇറ്റ് ഈസ് എ കാത്തലിക് വ്യൂ പോയിന്റ്, കാത്തലിക്കിന്റെ വ്യൂ പോയിന്റിലാണ് ഈ ഒരു പ്ലേ മാർലോ എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അല്ലേ. ദ പ്ലേ ഹാസ് എ സ്ട്രോങ് പ്രൊട്ടസ്റ്റന്റ് ബയസ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രം കാത്തലിക് വ്യൂ പോയിന്റ്. അപ്പം എന്താണ് ഈ ഒരു മെസാക്രെ ഓഫ് അറ്റ് പാരീസ് എന്ന് പറയുന്നത് കാത്തലിക്കുകാരുടെ വ്യൂ പോയിന്റിലാണ് എന്താ ഈ ഒരു പ്ലേ അദ്ദേഹം എഴുതിയിട്ടുള്ളത് അല്ലേ. ഇത്രയാണ് ദ മെസാക്രെ അറ്റ് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം എന്താണ് മെയിനായിട്ട് ഫ്രഞ്ച് റോയൽ റൂളേഴ്സും കാത്തലിക് നോബിൾസും തമ്മിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു മസാക്കർ, അവർ തമ്മിലുള്ള ഒരു മസാക്കർ. അതിൽ കുറേ അധികം പാവപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് ജനങ്ങളാണ് മരിച്ചു വീണിട്ടുള്ളത്. അതേ പറ്റിയാണ് എന്താ ഇത് ഈ ഒരു മസാക്കർ അറ്റ് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിൽ പറയുന്നുള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തുള്ളൂ എന്നേ ഉള്ളൂ കേട്ടോ. അത് ഇനി എന്താണ് എഡ്വേർഡ് ദ സെക്കൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു ഹിസ്റ്റോറിക്കൽ ആ ഒരു എലമെന്റ് വരുന്നുണ്ട്. അപ്പം എന്താണ് ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേ ആണ് കേട്ടോ. എഡ്വേർഡ് ദ സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ ആ പണ്ടത്തെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള രാജാക്കന്മാരുടെയൊക്കെ പേരുകളാണല്ലോ അത് എഡ്വേർഡ് എന്നൊക്കെ പറയുന്നത്. അപ്പം എന്താണ് എഡ്വേർഡ് എന്താണത് എഡ്വേർഡ് ദ സെക്കൻഡ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പ്ലേ ആണ്. മാർലോയുടെ ഹിസ്റ്റോറിക്കൽ പ്ലേ ആണ്. മെസാക്രെ എന്ന് പറയുന്നത് ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. ഇതെന്താണ് ഹിസ്റ്റോറിക്കൽ പ്ലേ ആണ്. എഡ്വേർഡ് സെക്കൻഡ് റീകോളിംഗ് ഗാവെസ്റ്റൺ ഫ്രം എക്സൈൽ. അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ ഫാദർ, എഡ്വേർഡ് സെക്കൻഡിൻ്റെ ഫാദർ ഒരു ഗാവെസ്റ്റൺ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആളെ എന്താണ് ആ ഒരു നാട്ടിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നാണ് എക്സൈൽ ചെയ്യുക, അതായത് പുറത്താക്കുക, നാട് കടത്തുകയാണ്. അപ്പം എന്താണ് ഈ ഒരു എഡ്വേർഡ് സെക്കൻഡ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആളെ ഗാവെസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ എന്താണ് ആ ഒരു എക്സൈൽ, അതായത് നാട് കടത്തിയതിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വിളിക്കുകയാണ്. അതോടുകൂടിയാണ് എന്താ ഈ ഒരു പ്ലേ ആരംഭിക്കുന്നത് അല്ലേ. അപ്പം എന്താണ് എഡ്വേർഡ് സെക്കൻഡ്. അപ്പം എന്താണ് എഡ്വേർഡ് സെക്കൻഡ് റീകോളിങ് ഗാവെസ്റ്റൺ ഫ്രം എക്സൈലിൽ നിന്ന് ഗാവെസ്റ്റനെ റീകോൾ ചെയ്യുകയാണ് അല്ലേ, തിരിച്ചു വിളിക്കുന്നതാണ് ഈ ഒരു പ്ലേ എന്ന് പറയുന്നത്. ഡൗൺഫോൾ ഓഫ് എഡ്വേർഡ് സെക്കൻഡ്. ഇതിലെന്താണ് എഡ്വേർഡ് സെക്കൻഡിൻ്റെ ഡൗൺഫോൾ ആണ് നമുക്ക് ഈ ഒരു പ്ലേയിൽ കാണാൻ കഴിയുന്നത് അല്ലേ. It begins with Edward II recalling his favorite peers D. Gaveston from exile. The people of England do not have liking for Gaveston and are not happy that he has returned. അപ്പം എന്താണ് ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് എന്താണ് ഇദ്ദേഹത്തെ, അതായത് ഗാവെസ്റ്റനെ വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്താണ്
ഇയാളെ തിരിച്ചു വിളിക്കുന്നതിൽ, അയാളുടെ തിരിച്ചു വരവിൽ ആരും ഹാപ്പി ആയിരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. Even the noblemen of England are vexed over the decision of Edward II and has sent for Gaveston, who was banished by Edward's father. എഡ്വാർഡ്സിന്റെ ഫാദർ ബാനിഷ് ചെയ്തിട്ടുള്ള ആളെയാണ് എഡ്വാർഡ് സെക്കൻഡ്, അതായത് മകൻ തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷനിൽ എന്താണ്, കുറേ അധികം ഇംഗ്ലണ്ടിലെ, അതായത് ഇംഗ്ലണ്ടിലെ നോബിൾ മെൻസിനൊന്നും അത് തീരെ താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു അല്ലേ. എമംഗ് ദ അതേഴ്സ് യങ് മോർ ടൈമർ ഹേറ്റ്സ് ഗാവസ്റ്റൺ. അപ്പം എന്താണ്, യങ് മോർ ടൈം എന്നുള്ള ക്യാരക്ടർ എന്താണ്, അദ്ദേഹം എന്താണ് ഗാവസ്റ്റനെ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഹേറ്റ് ചെയ്തിരുന്നു, വെറുത്തിരുന്ന ഒരാളായിരുന്നു അല്ലേ. ഊളേറ്റഡ്ലി ഗാവസ്റ്റൺ ഈസ് കൺഫേർഡ് with the title and powers on his comeback. The dislike for Gaveston aroused rebellion in the nobility and under the leadership of Mortime, Warwick and Lancaster. ഇത്രയും 3 ക്യാരക്ടേഴ്സിന് ലീഡർഷിപ്പിൽ എന്താണ് ഇവർക്കെതിരെ ഒരു റിബില്യൻ എന്താണ്, അതായത് ഒരു റിബില്യൻ റൗസ് ചെയ്യണം, അതായത് ഉയർന്നു വരികയാണ്. അവർ 3 കൂടി എന്താണ് ആ ഗാവസ്റ്റണ് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഗാവസ്റ്റണ് വേണ്ടിയിട്ട് ഒരു റിബില്യൻ അവർ 3 കൂടി കൊണ്ടുവരികയാണ്. ആൻഡ് ദേ കൺസ്പയർ ടു കിൽ ഗാവസ്റ്റൺ. അപ്പോൾ എന്താണ്, അവർ ഗാവസ്റ്റനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ദ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ആൻഡ് ക്യൂൻ ഇസബെല്ല, അതായത് ക്യൂൻ ഇസബെല്ല എന്ന് പറഞ്ഞത് എഡ്വാർഡിൻ്റെ വൈഫാണ് കേട്ടോ. എഡ്വാർഡിൻ്റെ വൈഫായിട്ടുള്ള ഇസബെല്ലയും അതേപോലെ ആർച്ച് ബിഷപ്പ്, കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പും കൂടി എന്താണ് ഓൾസോ ജോയിൻ. അപ്പോൾ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ ആർക്കും എന്താണ് ഗാവസ്റ്റനെ ഇഷ്ടമുണ്ടായിരുന്നില്ല അല്ലേ. എഡ്വാർഡ് സെക്കൻഡ് ടു പ്രഷർ ദ നോബിലിറ്റി ആൻഡ് ബാനിഷ്ഡ് ഗാവസ്റ്റൺ ടു അയർലൻഡ്. അപ്പോൾ എന്താണ് എഡ്വാർഡ് അങ്ങനെ ആ പ്രഷറില്ലേ, നോബിലിറ്റിയുടെ പ്രഷറിലും അപ്പോൾ എന്താണ് അദ്ദേഹം അയർലൻഡിൽ ഗാവസ്റ്റനെ ബാനിഷ് ചെയ്യണം അല്ലേ. എഡ്വാർഡ് സെക്കൻഡ് നെഗ്ലക്ട് ഹിസ് റെസ്പോൺസിബിലിറ്റി എസ് എ. അപ്പം എന്താണ് അതിനുശേഷം എന്താണ് എഡ്വാർഡ് സെക്കൻഡ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കിങ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഉത്തരവാദിത്തങ്ങളൊക്കെ എന്താണ് അതിൽ നിന്നൊക്കെ നെഗ്ലക്ട് ചെയ്യുക, അതായത് അത് അവഗണിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്ന് മാറി നിൽക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ലോസസ് ഹിസ് വൈഫ്, അങ്ങനെ എന്താണ് ഇസബെല്ല, അതായത് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ഇസബെല്ലനെ അയാൾക്ക് നഷ്ടപ്പെടും. ലോസസ് ഹിസ് വൈഫ് ഇസബെല്ല ടു യങ് മോർടൈം, അതായത് യങ് മോർടൈമറിനെ അദ്ദേഹം ആ ഒരു ഇസബെല്ലനെ നഷ്ടപ്പെടുത്താണ്. ആൻഡ് പ്രൊവോക്ക് റിബിലിയൻ എമംഗ്സ്റ്റ് ഹിസ് നോബിൾസ് ഹു ഡിപ്രൈവ് ഹിം of his crown and eventually his life. Unlike the earlier plays of Marlowe, Edward II exhibit a mature plot. എന്താണ് മറ്റുള്ള അദ്ദേഹത്തിൻ്റെ, അതായത് മാർലോയുടെ മറ്റുള്ള പ്ലേകളെ അപേക്ഷിച്ച് ഇപ്പം നമ്മൾ കുറേ പ്ലേകൾ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ആ ഒരു പ്ലേകളൊക്കെ നോക്കുമ്പോൾ എന്താണ് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമുക്ക് എഡ്വാർഡ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. അതേപോലെ എന്താണ് പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ് സസ്റ്റെയിൻഡ് തീം, അതിൽ നല്ല സസ്റ്റെയിൻഡ് ആയിട്ടുള്ള തീമുകളുണ്ട്. പിന്നെ വെൽ മാർക്കഡ് ക്യാരക്ടേഴ്സ്, നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. അതേപോലെ ഇതെന്ന് പറഞ്ഞത്, അതായത് എഡ്വാർഡ് ദ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് എന്താണ് നല്ല ഫൈനസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്. മെയിൻ തീം എന്ന് പറയുന്നത് പവർ, ലവ്, ബിട്രയൽ അല്ലേ. അപ്പോൾ ഈ ഒരു പ്ലേയിലെ തീം എന്ന് പറയുന്നത് എന്താണ് പവർ, ലവ് ആൻഡ് ബിട്രയൽ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ്, ഈ യൂണിറ്റിൽ ലാസ്റ്റ് ഒരു പ്ലേ, ചെറിയൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഡിഡോ ക്യൂൻ ഓഫ് കാർത്തേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വേറൊരു പ്ലേ ആണ്. ഈ പ്ലേ എന്ന് പറയുന്നത് എന്താണ്, മെറ്റീരിയൽസ് ഓഫ് ദ പ്ലേ വാസ് ബൊറോഡ് ഫ്രം വിർജിൽസ് ആനിയഡ്. വിർജിലിൻ്റെ, അതായത് വിർജിൽ എന്ന് പറഞ്ഞാൽ ഒരു റോമൻ പോയറ്റാണ്, ഒരു എപ്പിക് ആയിട്ടുള്ള, അതായത് കുറേ മുന്നേ ഉള്ള ഒരു റോമൻ പോയറ്റാണ് വിർജിലിൻ്റെ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള എപ്പിക്കാണ് അനിയഡ്. അപ്പം അനിയഡിൽ നിന്നുള്ള കുറേ മെറ്റീരിയൽസ് ആണ് ഡിഡോ ക്യൂൻ ഓഫ് കാർത്തേജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിൽ മാർലോ ബോറോ ചെയ്തത്, അതായത് കടമെടുത്തില്ല. അപ്പം എന്താണ് വിർജിലിൻ്റെ അനിയഡിൽ നിന്ന് മെറ്റീരിയൽസ് ആണ് മാർലോയുടെ ഡിഡോ ക്യൂൻ ഓഫ് കാർത്തേജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിലുള്ളത് അല്ലേ. ഇറ്റ് ഈസ് ആൻ അൺഫിനിഷ്ഡ് വർക്ക് ബൈ മാർലോ. അപ്പം എന്താണ് ഈ ഡിഡോ ക്യൂൻ ഓഫ് കാർത്തേജ് എന്ന് പറഞ്ഞത് എന്താണ് മാർലോയുടെ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള, അതായത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പ്ലേ ആണ് അല്ലേ. അതാരാണ് പിന്നെ പൂർത്തിയാക്കിയിട്ടുള്ളത്? ദെൻ തോമസ് നാഷെ കംപ്ലീറ്റഡ് ഇറ്റ് ആൻഡ് മേഡ് ഇറ്റ് റെഡി ഫോർ ദ സ്റ്റേജ്. അപ്പം എന്താണ് അദ്ദേഹത്തിന്, അതായത് മാർലോ ഒക്കെ അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നില്ല, പിന്നെ കംപ്ലീറ്റ് ആക്കുന്നത് ആരാണ്? തോമസ് നാഷെയാണ് കംപ്ലീറ്റ് ആക്കുന്നത് അല്ലേ. ഫോർ ലോങ് ടൈം ദ പ്ലേ വാസ് നോട്ട് വെൽ റിസീവ്ഡ് ബൈ ദ ക്രിട്ടിക്സ്. അപ്പം എന്താണ് കുറേ കാലങ്ങൾക്ക് ഇതെന്താണ് അപ്പോൾ ഈ ഒരു പ്ലേ പ്രത്യേകിച്ച് ഒരു
ക്രിറ്റിസിസം ഒന്നും വല്ലാണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യെറ്റ് ദ 20th century റെസ്പോൺസ് ടു ദ പ്ലേ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. 20th centuryയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ അല്ലെങ്കിൽ പോയറ്റാണ് ടി.എസ്. എലിയറ്റ്. അപ്പോൾ ടി.എസ്. എലിയറ്റിൻ്റെ കാഴ്ചപ്പാടിൽ, അതായത് ഡിഡോ ക്യൂൻ ഓഫ് കാർത്തേജ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേ എന്താണ്, ഇറ്റ് ഈസ് അണ്ടർ റേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണത്, അണ്ടർ റേറ്റഡ്, അതായത് അത്രയും വില ഇല്ലാത്ത തരത്തിലാണ് ഈ ഒരു പ്ലേ എന്നാണ് പറയുന്നത് അല്ലേ. In it, the love story of Carthaginian queen is presented sympathetically and poetic element is unmistakable. അപ്പോൾ എന്താണ് ഈ ഒരു പ്ലേയിൽ, അതായത് ടി.എസ്. എലിയറ്റ് എന്താ അണ്ടർ റേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പ്ലേയിൽ കാർത്തേജിയൻ ക്യൂനിൻ്റെ ലവ് സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ സിമ്പതറ്റിക് ആയിട്ടാണ്. നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഇതിലല്ല, സിമ്പതറ്റിക് ആയിട്ടുള്ള ഒരു വേയിലാണ് ഈ ഒരു പ്ലേ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലവ് സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ് പോയറ്റിക് എലമെൻ്റ് എന്ന് പറയുന്നത് അൺമിസ്റ്റേക്കബിൾ ആണ്. അതായത് മിസ്റ്റേക്ക് ഉള്ള തരത്തിലാണ് എന്ത്, മിസ്റ്റേക്കബിൾ ഇല്ലാത്ത തരത്തിലാണ് പോയറ്റിക് എലമെൻറ്റുകൾ ഉള്ളത്. ദ പ്ലേ ഈസ് എബൌട്ട് ലവ് ആൻഡ് പാഷൻ. അപ്പോൾ എന്താണ് ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ലവും പാഷനും അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് എന്ത്, ഈ ഒരു ക്യൂൻ ഓഫ് കാർത്തേജ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേയിലെ ലവ് ആൻഡ് പാഷൻ. ഇതിലെന്താണ് ഈ ഒരു പ്ലേയിൽ എന്താണ് ഗോഡ്സ് അതായത് ഹ്യൂമൻസിൻ്റെ കാര്യങ്ങളിൽ മിംഗ്ലി അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു പ്ലേ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലേ. ഇതിലെന്താണ് അദ്ദേഹത്തിൻ്റെ 6 പ്ലേകളാണ് മാർലോക്കുള്ളത്. 6 പ്ലേകളിലും ഒരു വിമൺ ഹോൾഡിംഗ് ആയിട്ടുള്ള ഒരു പ്ലേ എന്ന് പറയുന്നത് ഏതാണ്, ഡിഡോ ക്യൂൻ ഓഫ് കാർത്തേജ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേ മാത്രം. മറ്റതിലൊക്കെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ആരാണ്, മെയിലാണല്ലോ. ഇപ്പം ഇതിലാണ് ഫീമെയിൽ അല്ലെങ്കിൽ വിമൺ ആയുള്ള ഒരു ക്യാരക്ടർ വരുന്നത്. ഇതിലെന്താണ് യൂസ് ഓഫ് ബ്ലാങ്ക് വേഴ്സിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇറ്റ് വാസ് എ ന്യൂ എക്സ്പെരിമെൻറ്റ് വിത്ത് പോയറ്റിക് മീറ്റർ, നോ ഫിക്സ്ഡ് നമ്പർ ഓഫ് ലൈൻസ്. അപ്പം എന്താണ് പ്രത്യേകിച്ചൊരു ഫിക്സ്ഡ് നമ്പറോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു റൂൾസോ റെഗുലേഷൻസോ ഇല്ലാണ്ട് എഴുതുന്ന, ഫ്രീ ആയിട്ട് എഴുതുന്ന തരത്തിലുള്ള വേഴ്സുകളാണ് എന്ത് ബ്ലാങ്ക് വേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിലെന്താണ് റിച്ച് ഇമേജറിയും ഹൈ സൗണ്ടിങ് മെറ്റഫേഴ്സും ഒക്കെ എന്താണ് ഒരു പ്ലേനെ ഒരു മൾട്ടി ലെയേർഡ് ആക്കുന്നുണ്ട് അല്ലേ, പല തരത്തിലുള്ള ലെയറുകളിലായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഇതിലെന്താണ് ഒരു ട്രാജിക് ആസ്പെക്റ്റുകളും നമുക്ക് ഈ ഒരു പ്ലേയിൽ കാണാൻ സാധിക്കും അല്ലേ. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. നമ്മൾ എന്തൊക്കെ നോക്കി, 6 പ്ലേകളെ പറ്റി നോക്കി, 6 പ്ലേയുടെയും ജസ്റ്റ് ഒരു ഔട്ട്ലൈന് നോക്കി, റെനേസൻസിനെ പറ്റി നോക്കി, പിന്നെ ക്രിസ്റ്റഫർ മാർലോയെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1-ലുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, സംശയങ്ങളുള്ളത് നോട്ട് ചെയ്ത് വെക്കുക, ലൈവ് വയ്ക്കുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ.